Hi, in this video, we are going to revise the topic cost of quality. Okay, so how we are going to do is that we will be taking a question from the chapter cost of quality, from the topic cost of quality, and using that question, I will be explaining the theory of cost of quality also. Okay, actually this is a problem question. It is a practical question. A practical question, but using that practical question, I will explain the whole theory of cost of quality. A cost of quality theory കൂടെ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ചേർത്തിട്ട് പഠിക്കാം. കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും വെറുതെ തിയറി പഠിക്കുന്നതിലും. എന്നാൽ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനും പറ്റും. ഓക്കെ, റിവിഷൻ സീരീസ് ആണ്. ശരി, അപ്പോൾ നോക്കാലോ. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ കാണിക്കാം. ആ ക്വസ്റ്റ്യൻ്റെ ലിങ്ക്, ആ ക്വസ്റ്റ്യൻ PDF ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വേണമെങ്കിൽ വായിക്കാം. അതേപോലെ ഞാൻ ജസ്റ്റ് വീഡിയോയിലൊന്ന് കാണിക്കാം. അത് നിങ്ങൾ വേണമെങ്കിൽ പോസ് ചെയ്ത് വെച്ചിട്ട് വായിക്കുകയാണെങ്കിലും ചെയ്തോ. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഒരുമിച്ച് വായിക്കാം ആ ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിയേ, the CEO of P Limited is concerned with the amount of resources currently spent on customers' warranty claim. Okay, so ഇവിടെ കുറച്ച് കോസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. അതിൽ വാറണ്ടി ക്ലെയിം ഉണ്ട്. സോ CEO is, നമ്മുടെ കമ്പനിയുടെ വരുന്ന P Limited, the CEO is concerned with the amount spent on warranty claim. Each box of its product is printed with the logo satisfaction guaranteed or your money back. P Limited is having difficulty competing with X Limited because it does not have the reputation of high quality that X Limited enjoys. So our company is P Limited and our competitor is X Limited. So we don't have the reputation which X Limited is having. Okay, they enjoy high reputation for high quality. Since the warranty claims are so high, the CEO of P Limited would like to evaluate what costs are being incurred to ensure the quality of the product. Okay, so our company CEO of P Limited want to evaluate the cost being incurred to ensure quality of the product. So നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ടാവും. അത് ഇവാലുവേറ്റ് ചെയ്യാനാണ് CEO പറയുന്നത്. He would like to do that. So the following information is collected from various departments within the company relating to 1920. So financial year 1920 കുറച്ച് കോസ്റ്റ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയേ. വാറണ്ടി ക്ലെയിം 4,25,000, എംപ്ലോയി ട്രെയിനിങ് കോസ്റ്റ് തന്നിട്ടുണ്ട്, റീവർക്ക് കോസ്റ്റ് തന്നിട്ടുണ്ട്, ലോസ്റ്റ് പ്രോഫിറ്റ് ഫ്രം ലോസ്റ്റ് കസ്റ്റമേഴ്സ് ഡ്യൂ ടു ഇംപെയർഡ് റെപ്യൂട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് P Limitedൻ്റെ റെപ്യൂട്ടേഷൻ അഫക്റ്റഡ് ആയിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ കുറച്ച് ക്വാളിറ്റി ഇഷ്യൂസൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമ്മുടെ റെപ്യൂട്ടേഷൻ പോയി. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി? ലോസ്റ്റ് പ്രോഫിറ്റ്, അത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ്. മനസ്സിലായോ? നമ്മുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ മോശമാകുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് കുറച്ച് സെയിൽസൊക്കെ ലൂസ് ചെയ്യുമല്ലോ. അതായത് കുറച്ച് പേര് പറയും ഓക്കെ ഇവരുടെ അത്ര നല്ല പ്രൊഡക്റ്റ് അല്ല എന്ന് വേറെ ആൾക്കാരുടെ അടുത്തൊക്കെ പറയും. അപ്പോൾ നമ്മൾക്ക് അവിടെ റിഡക്ഷൻ ഇൻ സെയിൽസ് വരും, ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വരും. അതാണ് പറഞ്ഞേക്കുന്നത് 8,10,000 ലോസ്റ്റ് പ്രോഫിറ്റ് ഫ്രം ലോസ്റ്റ് കസ്റ്റമേഴ്സ് ഡ്യൂ ടു ഇംപെയർഡ് റെപ്യൂട്ടേഷൻ. സിമിലർലി കോസ്റ്റ് ഓഫ് റിജക്റ്റഡ് യൂണിറ്റ്സ് 50,000, സെയിൽസ് റിട്ടേൺ പ്രോസസ്സിംഗ് 175,000, ടെസ്റ്റിംഗ് 1,70,000. സോ ഇത്രയും എക്സ്പെൻസസ് ദിസ് റിലേറ്റ്സ് ടു ദി ഇയർ 1920. ഓക്കെ, ശരി. ഇനി നെക്സ്റ്റ് നോക്കിയേ. For the year 2021, so for the next financial year, CEO is considering spending the following amounts on a new quality program. So the company is planning to introduce a new quality program. അതിലേക്ക് വേണ്ട സ്പെൻഡിങ് ആണ് തന്നേക്കുന്നത്. ഇൻസ്പെക്ട് റോ മെറ്റീരിയൽ 1,20,000. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇൻസ്പെക്ഷൻ ഓഫ് റോ മെറ്റീരിയൽ. ഇനി മുതൽ നമ്മൾ റോ മെറ്റീരിയൽ എടുക്കുമ്പോൾ അത് ഇൻസ്പെക്ട് ചെയ്തിട്ട് എടുക്കാൻ പോണത്. അതിന് എത്ര റുപ്പീസ് കോസ്റ്റ് വരും? 1,20,000. സിമിലർലി റീ എഞ്ചിനീയർ ദ പ്രൊഡക്ഷൻ പ്രോസസ് ടു ഇംപ്രൂവ് പ്രൊഡക്റ്റ് ക്വാളിറ്റി. അപ്പോൾ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി വി ആർ ഗോയിങ് ടു റീ എഞ്ചിനീയർ ദ പ്രൊഡക്ഷൻ പ്രോസസ്. സോ വി ആർ ഗോയിങ് ടു ഡു some changes in the production process which will ensure that quality will improve, quality of the product will improve. സപ്ലയർ സ്ക്രീനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ. അപ്പോൾ സപ്ലയറിനെ നമ്മളിനി ഇവാലുവേറ്റ് ചെയ്ത് സ്ക്രീൻ ചെയ്ത് അവരെ സർട്ടിഫൈ ചെയ്താണ് നമ്മൾ എടുക്കാൻ പോണത്. സിമിലർലി പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്
ഓൺ പ്ലാന്റ് എക്യുപ്മെൻറ്റ്. നമ്മുടെ എക്യുപ്മെൻറ്റിൽ നമ്മൾ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ 2 ടൈപ്പ് മെയിൻ്റനൻസ് ഉണ്ട്. പ്രിവെൻറ്റീവ് മെയിൻ്റനൻസും ഉണ്ട്, കറക്റ്റീവ് മെയിൻ്റനൻസും ഉണ്ട്. പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ പ്ലാൻഡ് മെയിൻ്റനൻസ് ആണ്. നമ്മൾ പ്ലാൻ ചെയ്ത് മെഷീൻ ബ്രേക്ക് ഡൗൺ ആവാതെ ഇരിക്കാൻ വേണ്ടി നേരത്തെ ചെയ്യുന്ന മെയിൻ്റനൻസിനെയാണ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് പുതിയ ക്വാളിറ്റി പ്രോഗ്രാംസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവാണ്. എന്തിനു വേണ്ടി? സോ ഇറ്റ് വിൽ എൻഷുർ ദാറ്റ് ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് വിൽ ബി കൺഫേംഡ്. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി പി ലിമിറ്റഡ് എക്സ്പെക്ട്സ് ദ ന്യൂ ക്വാളിറ്റി പ്രോഗ്രാം ടു സേവ് കോസ്റ്റ് ബൈ ദ ഫോളോയിങ് എമൗണ്ട്. സോ ഡ്യൂ ടു ദ ന്യൂ ക്വാളിറ്റി പ്രോഗ്രാം വി ആർ എക്സ്പെക്ടിങ് ദാറ്റ് ദിസ് മച്ച് കോസ്റ്റ് സേവിങ്സ് വിൽ ബി ഏൺഡ്. എന്തൊക്കെയാണ് സേവിങ്സ്? റിഡക്ഷൻ ഇൻ ലോസ്റ്റ് പ്രോഫിറ്റ്സ് ഫ്രം ലോസ്റ്റ് സെയിൽ ഡ്യൂ ടു ഇംപെയർഡ് റെപ്യൂട്ടേഷൻ ബൈ ₹8 lakhs. സീ നോക്കിയേ, ഇവിടെ ലോസ്റ്റ് പ്രോഫിറ്റ് ഫ്രം ലോസ്റ്റ് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നില്ലേ? അതായത് നമ്മുടെ ക്വാളിറ്റി മോശമായതുകൊണ്ട് 8,10,000 സെയിൽസ് നമുക്ക് ലോസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ ആഫ്റ്റർ ഇംപ്ലിമെൻറ്റിംഗ് ദ ന്യൂ പ്രപ്പോസൽ, ഈ പ്രപ്പോസൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? ദിസ് ലോസ്റ്റ് പ്രോഫിറ്റ് ഇസ് ഗോയിങ് ടു റെഡ്യൂസ്. അതായത് ഇനി അടുത്ത വർഷം മുതൽ 8,10,000 നമുക്ക് ലോസ്റ്റ് പ്രോഫിറ്റ് ഇല്ലേ, അതിൽ നിന്ന് 8 ലക്ഷം റെഡ്യൂസ് ചെയ്യും. അതായത് ഇനി മുതൽ ലോസ്റ്റ് പ്രോഫിറ്റ് വിൽ ബി ഓൺലി 10,000 rupees. ലാസ്റ്റ് ഇയർ ഇറ്റ് വാസ് 8,10,000. ഇനി മുതൽ അത് ഇറ്റ് ബിക്കംസ് ജസ്റ്റ് 10,000 rupees. ഓക്കെ, അതേപോലെ റിഡക്ഷൻ ഇൻ റീവർക്ക് കോസ്റ്റ് തന്നിട്ടുണ്ട്. റീവർക്ക് കോസ്റ്റിൽ കുറച്ച് റിഡക്ഷൻ വരുന്നുണ്ട്. റിഡക്ഷൻ ഇൻ വാറണ്ടി കോസ്റ്റ് തന്നിട്ടുണ്ട്. റിഡക്ഷൻ ഇൻ സെയിൽസ് റിട്ടേൺ പ്രോസസ്സിങ് തന്നിട്ടുണ്ട്. ശരി, ബേസിക്കലി ഈ കോസ്റ്റൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോസ്റ്റ് അല്ല, ഈ റിഡക്ഷൻസ് ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ആർ ദി സേവിങ്സ് വിച്ച് ദ കമ്പനി ഈസ് ഗോയിങ് ടു ഗെറ്റ് ആഫ്റ്റർ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി ക്വാളിറ്റി പ്രോഗ്രാം. ഇവരൊരു ക്വാളിറ്റി പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നില്ലേ? സോ ആഫ്റ്റർ ഇംപ്ലിമെൻറ്റിംഗ് ദാറ്റ് പ്രോഗ്രാം കമ്പനിക്ക് എന്ത് സേവിങ്സ് ഉണ്ടാവും? ദീസ് ആർ ദ സേവിങ്സ് എക്സ്പെക്റ്റഡ് കേട്ടോ. അതാണ് ഇതെല്ലാം റിഡക്ഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. റിഡക്ഷൻ ഇൻ റീവർക്ക് കോസ്റ്റ്. സീ നോക്കിയേ, ഓൾറെഡി കമ്പനി കുറേ റീവർക്ക് കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ടാവും. കണ്ടോ, റീവർക്ക് കോസ്റ്റ് കമ്പനി ഈസ് ഇൻകറിങ് 3 lakh rupees. അതായത് ഇപ്പോൾ 3 ലക്ഷം രൂപയാണ് റീവർക്കിന് വേണ്ടി കമ്പനി ചിലവാക്കുന്നത്. സോ ആഫ്റ്റർ ഇംപ്ലിമെൻറ്റിംഗ് ദിസ് പ്രോഗ്രാം റീവർക്ക് കോസ്റ്റ് വിൽ റെഡ്യൂസ് ബൈ 2,50,000. ആ 3 lakhs നിന്ന് 2,50,000 റെഡ്യൂസ് ആവും. അതായത് അടുത്ത വർഷം ഈ ക്വാളിറ്റി പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി മുതൽ റീവർക്ക് കോസ്റ്റ് എത്രയേ ഉണ്ടാവുള്ളൂ? 50,000 rupees ഉണ്ടാവുള്ളൂ. ക്ലിയർ? ശരി, അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നമ്മളുടെ റിക്വയർമെൻറ്റ് എന്താണ്? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് പ്രിപ്പയർ എ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദി ഇയർ 1920. 1920യുടെ ഒരു ക്വാളിറ്റി സ്റ്റേറ്റ്മെൻറ്റ്, കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യണം. ഷോയിങ് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി ഇൻകേർഡ് ഇൻ ഈച്ച് കോസ്റ്റ് കാറ്റഗറി. അപ്പോൾ ഇതിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഓരോ കാറ്റഗറി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ എന്തോ കാറ്റഗറിയൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് കോസ്റ്റ് ഓഫ് ക്വാളിറ്റിയുടെ തിയറി അറിയണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോസ്റ്റ് ഓഫ് ക്വാളിറ്റിയുടെ തിയറി ഒന്ന് റിവൈസ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ആ തിയറി വെച്ചിട്ട് വിൽ ലേൺ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി. ഒരു 4 കാറ്റഗറിയൊക്കെ ഉണ്ട്, അതെന്താണെന്ന് നോക്കും. ആഫ്റ്റർ ദാറ്റ് വിൽ കം ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ ആൻഡ് സോൾവ് ദി ഫസ്റ്റ് പാർട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തിയറിയിലേക്ക് പോവാം. അപ്പോൾ നോക്കിയേ, കോസ്റ്റ് ഓഫ് ക്വാളിറ്റി മൊത്തം ഒന്ന് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. സോ നോക്കും, ആദ്യം തന്നെ നമുക്ക് ക്വാളിറ്റി എന്ന് പറഞ്ഞ വേർഡ് എന്താണെന്ന് നോക്കാം. സോ വാട്ട് ഡു യു മീൻ ബൈ ദ ടേം ക്വാളിറ്റി? ക്വാളിറ്റി മീൻസ് കൺഫോമൻസ് ടു സ്പെസിഫിക്കേഷൻ, വിച്ച് മീൻസ് നമ്മളൊരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ വെൻ വി ആർ ഡിസൈനിങ് എ പ്രൊഡക്റ്റ് വി വിൽ ബി കീപ്പിംഗ് എ സ്പെസിഫിക്കേഷൻ. അതായത് ആ പ്രൊഡക്റ്റ് ഇന്ന പെർഫോമൻസ് ആയിരിക്കണം, ആ പ്രൊഡക്റ്റ് എന്നുള്ളൊരു സ്പെസിഫിക്കേഷൻ ഉണ്ടാവണം. ഇഫ് ദ പ്രൊഡക്റ്റ് ഇസ് കൺഫോമിങ് ടു ദാറ്റ് സ്പെസിഫിക്കേഷൻ, നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ഇഫ് ദ പ്രൊഡക്റ്റ് ഇസ് കൺഫോമിങ് ടു ദാറ്റ് സ്പെസിഫിക്കേഷൻ വാട്ട് വി പ്രോമിസ്ഡ്, ഇഫ് വി ആർ അച്ചീവിങ് വാട്ട് വി പ്രോമിസ്, ദെൻ ഇറ്റ് ഇസ് സെറ്റ് ദാറ്റ് ദ ക്വാളിറ്റി ഈസ് അച്ചീവ്ഡ്. നമ്മൾ ക്വാളിറ്റി അച്ചീവ് ചെയ്തെന്നാണ് അതിൻ്റെ മീനിങ്. ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഇത് ഞാൻ വെറുതെ എടുക്കുന്നതാണ് കേട്ടോ, ഇങ്ങനെ ആവണം എന്നൊന്നുമില്ല, വെറുതെ ഒരു എക്സാമ്പിൾ പറയാണ്. സപ്പോസ് മാരുതിയുടെ കാറിൻ്റെ എൻജിൻ, മാരുതിയുടെ എൻജിൻ ഒരു 1 lakh kilometers ആണ്
റൺ ചെയ്യുള്ളൂ എന്ന് വിചാരിക്കും. 1 lakh കിലോമീറ്റേഴ്സ് നമുക്ക് പോകാം. വേറാസ് ടൊയോട്ട എന്ന് പറഞ്ഞ കാറിൻ്റെ എൻജിൻ ആ കാർസിന് ടൊയോട്ടയുടെ കാർസിന് 250,000 കിലോമീറ്റേഴ്സ് റേഞ്ച് ഉണ്ടെന്ന് വിചാരിക്കും. 250,000 വരെ നമുക്ക് ആ എൻജിൻ യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡസൻ മീൻ ദാറ്റ് മാരുതി എൻജിൻസ് ഡസ് നോട്ട് കൺഫേം ടു ദ ക്വാളിറ്റി. ഇത് ലോ ക്വാളിറ്റി ആണെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ വെറുതെ ജനറൽ ആൾക്കാർ വെറുതെ പറയുമായിരിക്കും ക്വാളിറ്റി കുറവാണെന്ന്. പക്ഷേ നമ്മളുടെ തിയറി പോയിന്റ് ഓഫ് വ്യൂവിൽ ലോ ക്വാളിറ്റി എന്ന് അങ്ങനെയല്ല പറയണത്. പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് അതായത് മാരുതി ഈ എൻജിൻ ഡിസൈൻ ചെയ്യുമ്പോൾ അവർ സ്പെസിഫൈ ചെയ്തത് അല്ലെങ്കിൽ അവർ വിചാരിച്ചത് ദേ എക്സ്പെക്റ്റഡ് ദാറ്റ് ദിസ് എൻജിൻ ഷുഡ് റൺ ഫോർ 1 lakh കിലോമീറ്റേഴ്സ്. അങ്ങനെ അവർ വിചാരിച്ചിട്ടാണ് ആ എൻജിൻ ഡിസൈൻ ചെയ്തതെങ്കിൽ ആ 1 lakh കിലോമീറ്റേഴ്സ് തന്നെ എൻജിൻ അച്ചീവ് ചെയ്താൽ ദ പ്രോഡക്റ്റ് കൺഫേംസ് ടു ദ ക്വാളിറ്റി. ബിക്കോസ് അവർ എന്താണോ സ്പെസിഫൈ ചെയ്തത് അത് അച്ചീവ് ചെയ്താൽ മതി. അല്ലാണ്ട് നമ്മൾ വേറൊരു കോമ്പറ്റീറ്ററിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടല്ല, അങ്ങനെയല്ല നമ്മൾ ക്വാളിറ്റി ഉണ്ടോ ഇല്ലയെന്ന് നോക്കുന്നത്. ക്വാളിറ്റി ഇൻ ദിസ് സെൻസ് ജസ്റ്റ് മീൻസ് കൺഫോമൻസ് ടു സ്പെസിഫിക്കേഷൻ. നമ്മൾ എന്താണോ സ്പെസിഫൈ ചെയ്തത് അത് അച്ചീവ് ചെയ്താൽ മതി. അതിനാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കോസ്റ്റ് ഇൻകർ ചെയ്യേണ്ടി വരും. അതിനെയാണ് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി നോക്കാം. സോ വാട്ട് ഇസ് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി? സോ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി ഇസ് ദി total expenses incurred by an organization. It is the total expense incurred by an organization എന്തിനു വേണ്ടിയിട്ട്? For achieving and maintaining good quality and also to manage poor quality. അതായത് ഗുഡ് ക്വാളിറ്റി അച്ചീവ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടി കുറച്ച് കോസ്റ്റ് ഇൻകർ ചെയ്യണം. ഓക്കെ, നമ്മുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കോസ്റ്റ് ഇൻകർ ചെയ്യണം. അതുകൂടാതെ ഇഫ് വി ആർ മേക്കിംഗ് സം ലോ ക്വാളിറ്റി പ്രൊഡക്റ്റ്, നമ്മൾ കുറച്ച് ഡിഫെക്ട്സ് വരുത്തി, നമ്മൾ കുറച്ച് ലോ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഉണ്ടാക്കേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ അത് മാനേജ് ചെയ്യണമല്ലോ. ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് കസ്റ്റമറുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. കസ്റ്റമർ നമ്മളുടെ അടുത്ത് വാറണ്ടി ക്ലെയിം ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്തുകൊണ്ട് തന്നെയാണ് വാറണ്ടി ക്ലെയിം ചെയ്യണം? എന്തുകൊണ്ട് തന്നെയാണ്? പുവർ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ്. സോ ആ പുവർ ക്വാളിറ്റി പ്രൊഡക്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് എക്സ്പെൻസസ് ഇൻകർ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇൻ ഓർഡർ ടു മാനേജ് ദ പുവർ ക്വാളിറ്റി പ്രൊഡക്റ്റ്. ഈ രണ്ട് എക്സ്പെൻസിനെയും കൂടി ചേർത്തിട്ടാണ്, കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി? കോസ്റ്റ് ഓഫ് ക്വാളിറ്റി ഇസ് ദ ടോട്ടൽ എക്സ്പെൻസ് ഇൻകേർഡ് ബൈ ആൻ ഓർഗനൈസേഷൻ ഫോർ വാട്ട്? ഫോർ അച്ചീവിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഗുഡ് ക്വാളിറ്റി ആൻഡ് ഫോർ മാനേജിങ് പുവർ ക്വാളിറ്റി. വിച്ച് മീൻസ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ cost of quality is equal to cost of good quality plus cost of poor quality. Good quality കോസ്റ്റും poor quality കോസ്റ്റും കൂടെ ആഡ് ചെയ്തെടുത്തിട്ടാണ് COQ, കോസ്റ്റ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ശരി, ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വി ആർ ഗോയിങ് ടു ലേൺ എ മോഡൽ. COQ മോഡൽ എന്ന് പറയുന്നൊരു സംഭവം പഠിക്കാൻ പോവാണ്. സോ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി മോഡൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കോസ്റ്റ് ഓഫ് ക്വാളിറ്റി മോഡൽ ഇസ് യൂസ്ഡ് ടു ഡിഫൈൻ, ഐഡൻറ്റിഫൈ, ക്ലാസിഫൈ ആൻഡ് മെഷർ ക്വാളിറ്റി കോസ്റ്റ്. ഓക്കെ, അതായത് ക്വാളിറ്റി കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ ഒരുപാട് എക്സ്പെൻസസ് ഇൻകർ ചെയ്യുന്നുണ്ടാവും. അതിൽ ഏതൊക്കെയാണ് ക്വാളിറ്റി കോസ്റ്റ്, ഏതൊക്കെയാണ് നമ്മൾ ക്വാളിറ്റി കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ എടുക്കേണ്ടത് എന്ന് നമ്മൾ അറിയണ്ടേ? സോ അതറിയണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള തിയറിയാണ് COQ മോഡൽ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക്. സോ നമ്മുടെ P&L ഒരുപാട് എക്സ്പെൻഡിച്ചർ ഉണ്ട്. അതിൽ വിച്ച് എക്സ്പെൻസസ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് ദി കോസ്റ്റ് ഓഫ് ക്വാളിറ്റി, അതെവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവണ്ടേ, അറിയണ്ടേ? അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ്, കമ്പനീസ് ജനറലി യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് COQ മോഡൽ. സോ COQ മോഡൽ ഇസ് എ ഫ്രെയിം വർക്ക് വിച്ച് ഇസ് യൂസ്ഡ് ടു ഡിഫൈൻ എന്തൊക്കെയാണ് എൻ്റെ ക്വാളിറ്റി കോസ്റ്റ്. ഐഡൻറ്റിഫൈ, എനിക്ക് എൻ്റെ ക്വാളിറ്റി കോസ്റ്റ് എൻ്റെ P&L നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണം. ഐ നീഡ് ടു ക്ലാസിഫൈ ദ ക്വാളിറ്റി കോസ്റ്റ്. നമ്മൾ ഇനി 4 കാറ്റഗറി ആയിട്ട് ക്വാളിറ്റി കോസ്റ്റിന് ക്ലാസിഫൈ ചെയ്യും. ആൻഡ് ഓൾസോ മെഷർ ക്വാളിറ്റി കോസ്റ്റ്, എനിക്ക് മെഷർ ചെയ്യണം. വാട്ട് ഇസ് ദ ടോട്ടൽ ക്വാളിറ്റി കോസ്റ്റ് ഇൻകേർഡ് ഡ്യൂറിങ് എ പീരീഡ്. ഇപ്പോൾ നമ്മളോട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് അതാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാനല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യണ മോഡലാണ് COQ മോഡൽ എന്ന് പറഞ്ഞാൽ. ക്ലിയർ? ശരി, ഇനി COQ മോഡൽ എന്താ പറയണമെന്ന് നോക്കാം. സോ ആസ് പെർ ദി കോസ്റ്റ് ഓഫ് ക്വാളിറ്റി മോഡൽ, കോസ്റ്റ് ഓഫ് ക്വാളിറ്റി ഇസ് ഡിവൈഡഡ് ഇൻറ്റു 2. അതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, 2 കാറ്റഗറി ആക്കാം. One is cost of good quality and the other one is cost of poor quality. Okay.
COQ is divided into two, cost of good quality and cost of poor quality. Cost of good quality is also known as cost of conformance and poor quality is known as cost of non-conformance. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് കൺഫോമൻസ് ടു സ്പെസിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ എന്താണോ സ്പെസിഫൈ ചെയ്തത് അത് ആ സ്പെസിഫിക്കേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് കോസ്റ്റ് ഇൻകർ ചെയ്യാനുണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ മാരുതി പറഞ്ഞു ഓക്കെ ഐ എം ഗോയിങ് ടു മേക്ക് ആൻ എൻജിൻ വിച്ച് വിൽ റൺ ഫോർ 1,00,000 കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞു. ആ 1,00,000 കിലോമീറ്റേഴ്സ് തന്നെ റൺ ചെയ്യണ എൻജിൻ ഉണ്ടാക്കാൻ വേണ്ടി ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കുറച്ച് കോസ്റ്റ് ഇൻകർ ചെയ്യാനുണ്ടാവും. ദാറ്റ് കംസ് അണ്ടർ കോസ്റ്റ് ഓഫ് കൺഫോമൻസ്. ഇനി അങ്ങനത്തെ എൻജിൻ ഉണ്ടാക്കാൻ പറ്റില്ല. മാരുതി ഉണ്ടാക്കിയ എൻജിൻ 50,000 കിലോമീറ്റേഴ്സേ റൺ ചെയ്തുള്ളൂ. അപ്പോൾ ലോ ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. വി ആർ നോട്ട് കൺഫോമിങ് ടു ദ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് കുറച്ച് ക്വാളിറ്റി കോസ്റ്റ് ഇൻകർ ചെയ്യേണ്ടി വരും. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ആ കോസ്റ്റൊക്കെ എവിടെ വരും? ഇറ്റ് കംസ് അണ്ടർ കോസ്റ്റ് ഓഫ് നോൺ കൺഫോമൻസ്. ക്ലിയർ അല്ലേ? So cost of quality is divided into two, cost of conformance and cost of non-conformance. Cost of conformance is also known as cost of good quality and non-conformance is known as poor quality. ഇനി നോക്കിയേ, cost of conformance is again divided into two. എന്തൊക്കെയാണ്? Prevention cost and appraisal cost. Similarly, cost of non-conformance is divided into two, internal failure cost and external failure cost. So നമുക്ക് ഇതാണ് 4 കാറ്റഗറി. These are the 4 categories of cost of quality. Cost of quality റിപ്പോർട്ട് ചെയ്യുമ്പോൾ കോസ്റ്റ് ഈ 4 കാറ്റഗറീസിലായിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ വി നീഡ് ടു നോ വാട്ട് each one of these cost is concerned about. എന്താണ് ഇതിൻ്റെ മീനിങ് നമുക്ക് അറിയണം. ഓക്കെ, സോ ഫസ്റ്റ് ഐ എം ഗോയിങ് ടു എക്സ്പ്ലെയിൻ പ്രിവെൻഷൻ കോസ്റ്റ്. ആദ്യത്തെ ഫസ്റ്റ് വൺ എന്താണ്? പ്രിവെൻഷൻ കോസ്റ്റ്. സോ പ്രിവെൻഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിവെൻഷൻ കോസ്റ്റ് ഇസ് ദ കോസ്റ്റ് ഇൻകേർഡ് ഫോർ പ്രിവെൻറ്റിംഗ് പുവർ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. പുവർ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഓർ സർവീസസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ്. ഓക്കെ, പുവർ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നേ ഇല്ല, അത് ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള കോസ്റ്റിനെയാണ് പ്രിവെൻഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് മീൻസ് that is the cost to avoid quality problems in the first place. മനസ്സിലായോ? ഞാൻ ഒരു എൻജിൻ ഉണ്ടാക്കി എന്നിട്ട് അത് ഡിഫക്റ്റീവായി പോയി അത് കറക്റ്റ് ചെയ്യുക, അങ്ങനെയല്ല. എൻജിൻ ഉണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ ഉറപ്പ് വരുത്താണ് ഓക്കെ ദിസ് എൻജിൻ വിൽ റൺ ഫോർ 1,00,000 കിലോമീറ്റേഴ്സ്, ദിസ് എൻജിൻ വിൽ കൺഫേം ടു ദ ക്വാളിറ്റി. അങ്ങനെ അതിന് വേണ്ടി ഇൻകർ ചെയ്യുന്ന കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രിവെൻറ്റീവ് കോസ്റ്റ്. കോസ്റ്റ് ഇൻകേർഡ് ടു പ്രിവെൻറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് ലോ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഓർ സർവീസ്. ശരി, ഈ കോസ്റ്റ് എപ്പോഴായിരിക്കും ഇൻകർ ചെയ്യണത്? ദീസ് കോസ്റ്റ് നീഡ്സ് ടു ബി ഇൻകേർഡ് ബിഫോർ ദി ഓപ്പറേഷൻ ടേക്സ് പ്ലേസ്. സോ ഞാൻ എൻജിൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ഓപ്പറേഷൻ നടക്കുന്നതിന് മുന്നേ, ആ ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുന്നേ ഇൻകർ ചെയ്യേണ്ട കോസ്റ്റിനെയാണ് പ്രിവെൻറ്റീവ് കോസ്റ്റ്, അല്ലാണ്ട് എൻജിൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടല്ല. ക്ലിയർ അല്ലേ? നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഈ എക്സാമ്പിൾസ് ഓർത്തിരുന്നാൽ നമുക്ക് പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അതിലൊക്കെ യൂസ് ചെയ്യാം തിയറി എഴുതേണ്ട സമയത്ത്. സോ സം എക്സാമ്പിൾസ് ആർ, വൺ ഇസ് എംപ്ലോയി ട്രെയിനിങ്. ഐ ആം ഗിവിങ് ട്രെയിനിങ് ടു മൈ എംപ്ലോയീസ്. എന്തിനു വേണ്ടിയാ? ഇഫ് ദേ ആർ ട്രെയിൻഡ് വെൽ ദേ വിൽ നോട്ട് മേക്ക് എനി ഡിഫക്ട്സ്. അല്ലെ, അവരുണ്ടാക്കുന്ന മിസ്റ്റേക്സ് ഉണ്ടാക്കില്ല, മിസ്റ്റേക്സ് കുറയ്ക്കാൻ വേണ്ടി എംപ്ലോയി ട്രെയിനിങ്. സപ്ലയർ ഇവാലുവേഷൻ. സപ്ലയറിൻ്റെ അടുത്ത് നിന്നല്ലേ നമ്മൾ മെറ്റീരിയൽ വാങ്ങിക്കുന്നത്. സോ എന്ത് ചെയ്യും? നമ്മൾ മെറ്റീരിയലൊക്കെ വാങ്ങിക്കുന്നതിന് മുമ്പ് വി വിൽ ഇവാലുവേറ്റ് ദ സപ്ലയർ, വെദർ ദിസ് സപ്ലയർ ഹീ ഈസ് എ ഗുഡ് സപ്ലയർ. അയാളുടെ മെറ്റീരിയൽ, വെദർ ദ മെറ്റീരിയൽ കൺഫേംസ് ടു ദി സ്റ്റാൻഡേർഡ്, അയാളുടെ മെറ്റീരിയലിൽ എത്രത്തോളം ഡിഫക്റ്റീവ് മെറ്റീരിയൽ ഉണ്ടാവും എന്നൊക്കെ അറിയാൻ വേണ്ടി വി വിൽ ഡു സപ്ലയർ ഇവാലുവേഷൻ. ഇറ്റ് ഈസ് എ പ്രിവെൻറ്റീവ് മെഷർ. ബിക്കോസ് മോശമായിട്ടുള്ള ഒരു സപ്ലയറിനെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾ തരുന്ന മെറ്റീരിയലെല്ലാം എപ്പോഴും ഡിഫക്റ്റീവ് ഒക്കെ ഉള്ള മെറ്റീരിയലായിരിക്കും. അത് എൻ്റെ പ്രൊഡക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി കുറയും. സോ സപ്ലയർ ഇവാലുവേഷൻ. നെക്സ്റ്റ് ഇസ് ന്യൂ പ്രൊഡക്റ്റ് ടെസ്റ്റിംഗ്. സോ ആക്ച്വലി പ്രൊഡക്റ്റ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അതിതല്ല. ദിസ് ഇസ് ന്യൂ. ഈ വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂ പ്രൊഡക്റ്റ് ടെസ്റ്റിംഗ്. ഞാൻ പുതിയതായിട്ടൊരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ഞാനത് ടെസ്റ്റ് ചെയ്യണത്. മനസ്സിലായി? അല്ലാണ്ട് ഞാൻ സ്ഥിരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യണമല്ല. ഐ എം ഗോയിങ് ടു മേക്ക് എ ന്യൂ എൻജിൻ, ന്യൂ ടൈപ്പ് ഓഫ് എൻജിൻ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പോവാണ്, മാർക്കറ്റിൽ ഇറക്കിയിട്ടില്ല. ആ പുതിയ പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാണ്? ഐ ഡു ദ ടെസ്റ്റ് ടു എൻഷുർ ദാറ്റ്
ആ പ്രൊഡക്റ്റ് ഇനി ഉണ്ടാക്കുമ്പോൾ, ഞാൻ ലാർജ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ ഡിഫക്റ്റീവ്സ് ഒന്നും വരുന്നില്ല, അതിന് വേണ്ടിയിട്ടാണ് ന്യൂ പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യണത്. ഇറ്റ് കംസ് അണ്ടർ പ്രിവെൻറ്റീവ് കോസ്റ്റ്. നെക്സ്റ്റ് ഇസ് ക്വാളിറ്റി പ്ലാനിങ്. ക്വാളിറ്റി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ക്രിയേഷൻ ഓഫ് പ്ലാൻസ് ഫോർ അച്ചീവിങ് ക്വാളിറ്റി. നമ്മൾ ക്വാളിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ഒക്കെ ചെയ്യുകയാണ്. സോ ക്വാളിറ്റി പ്ലാനിങ് കോസ്റ്റ് കംസ് അണ്ടർ പ്രിവെൻറ്റീവ് കോസ്റ്റ്. ആൻഡ് ക്വാളിറ്റി അഷുറൻസ് കോസ്റ്റ്. ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് ഇതാണ്, ക്രിയേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ക്വാളിറ്റി സിസ്റ്റം. നമ്മളുടെ കമ്പനിയിൽ കുറേ ക്വാളിറ്റി സിസ്റ്റംസ് ഒക്കെ ഉണ്ടാവും. അതായത് ഇൻ ഓർഡർ ടു എൻഷുർ ദി ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ദർ വിൽ ബി മെനി സിസ്റ്റംസ് ആൻഡ് പോളിസീസ് ഇൻ പ്ലേസ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി ആ സിസ്റ്റംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വിൽ ബി ഇൻകറിങ് സം കോസ്റ്റ്. സച്ച് കോസ്റ്റ് കംസ് അണ്ടർ ക്വാളിറ്റി അഷുറൻസ്. ക്ലിയർ അല്ലേ? ശരി. സോ നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് വണ്ണിലേക്ക് പോവാം, അപ്രൈസൽ കോസ്റ്റ്. അപ്പോൾ പ്രിവെൻറ്റീവ് കോസ്റ്റ് എന്തായിരുന്നു? പ്രിവെൻറ്റീവ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഇൻകേർഡ് ഫോർ ദി പ്രിവെൻഷൻ ഓഫ് low quality product or services. Okay. Appraisal cost എന്ന് പറഞ്ഞാൽ this is the cost incurred to ensure that the quality of the product and services conform to the quality standard. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ഞാൻ പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കി. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അപ്രൈസൽ എന്നൊക്കെ പറഞ്ഞാൽ ബേസിക്കലി മെഷർമെൻറ്റ് ആൻഡ് ഇൻസ്പെക്ഷൻ ആക്ടിവിറ്റീസ് ആണ്. ഇവിടെ ഞാൻ ചെക്കിംഗ് ആണ് ചെയ്യണത്, മനസ്സിലായോ? സോ അപ്രൈസൽ കോസ്റ്റിൽ എന്താ സംഭവിക്കുന്നത്? കോസ്റ്റ് ഇൻകേർഡ് ടു എൻഷുർ ദ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. അതായത് ഞാൻ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു, ആ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റ് വെദർ ഇറ്റ് കൺഫോം ടു ദ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് അത് നോക്കണ്ടേ, അത് ചെക്ക് ചെയ്യണ്ടേ. അങ്ങനെ ചെക്ക് ചെയ്താൽ ആ ചെക്കിങ്ങിന് വേണ്ടി വരുന്ന കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? അപ്രൈസൽ കോസ്റ്റ്. കോസ്റ്റ് ഇൻകേർഡ് ടു എൻഷുർ ദാറ്റ് ദ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ്ഡ് ഓർ ദ സർവീസസ് റെൻഡേർഡ് കൺഫോം ടു ദി ക്വാളിറ്റി സ്റ്റാൻഡേർഡ്. ഓക്കെ, ഫസ്റ്റ് വൺ കോസ്റ്റ് ഇൻകേർഡ് ടു പ്രിവെൻറ്റ്. ഇവിടെ കോസ്റ്റ് ഇൻകേർഡ് ടു ensure that the products produced or services rendered conform to the quality standard. ക്ലിയർ അല്ലേ? രണ്ടും ഡിഫറെൻ്റ് അല്ലേ? ശരി. അപ്പോൾ ഈ അപ്രൈസൽ കോസ്റ്റ് എപ്പോഴായിരിക്കും നടക്കുന്നത്? അപ്രൈസൽ ആക്ടിവിറ്റീസ് നോർമലി ഇസ് ഡൺ ഡ്യൂറിങ് ദി ഓപ്പറേഷൻ. ഓപ്പറേഷൻ്റെ സമയത്താണ്, അതായത് നമ്മളുടെ പ്രൊഡക്ഷൻ്റെ സമയത്താണ് നമ്മൾ എന്ത് ഇൻകർ ചെയ്യണത്? അപ്രൈസൽ കോസ്റ്റ് ഇൻകർ ചെയ്യണത്. ക്ലിയർ അല്ലേ? ശരി. നമുക്ക് അപ്രൈസൽ കോസ്റ്റിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. സോ ബേസിക്കലി ഇതിൽ കുറച്ച് ഈസി ആയിട്ട് അപ്രൈസൽ കോസ്റ്റ് ആണെന്ന് അറിയാൻ കുറച്ച് ടെക്നിക്സ് ഉണ്ട്. ഇങ്ങനെ നോക്കിയാൽ മതി. അതിൽ ഇൻസ്പെക്ഷൻ, ചെക്കിങ്, ഓഡിറ്റ് അങ്ങനത്തെയൊക്കെ വേർഡ്സ് വന്നു കഴിഞ്ഞാൽ അതെന്താണ്? അപ്രൈസൽ കോസ്റ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം കുറച്ച് എക്സാമ്പിൾസ്. സോ വൺ ഇസ് വേരിഫിക്കേഷൻ. വേരിഫിക്കേഷൻ, ചെക്കിംഗ് എന്നൊക്കെ പറയുന്നത് അപ്രൈസൽ കോസ്റ്റ് ആണ്. വേരിഫിക്കേഷനിൽ വരുന്നതാണ് ഇൻസ്പെക്ഷൻ ഓഫ് റോ മെറ്റീരിയൽ. നമ്മൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ആ മെറ്റീരിയലിനെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മളുടെ പ്രൊഡക്ഷനിലേക്ക് വിടുന്നത്, ഡയറക്റ്റ്ലി പ്രൊഡക്ഷനിലേക്ക് വിടില്ല. അപ്പോൾ ഇഫ് ദർ ഇസ് സം ഡിഫക്റ്റീവ് റോ മെറ്റീരിയൽ വി ക്യാൻ ഐഡൻറ്റിഫൈ ദാറ്റ്. നമുക്ക് ചെക്ക് ചെയ്തിട്ട് ആ റോ മെറ്റീരിയൽ എടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റും. ഓക്കെ, സിമിലർലി ഇൻ പ്രോസസ് കൺട്രോൾ. ഇൻ പ്രോസസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് സം ചെക്സ് പെർഫോംഡ് ഡ്യൂറിങ് എ പ്രൊഡക്ഷൻ പ്രോസസ്. നമ്മളുടെ പ്രൊഡക്ഷൻ നടക്കൂലേ, ആ പ്രൊഡക്ഷൻ നടക്കുന്നതിൻ്റെ ഇടയിൽ ചെയ്യുന്ന ചെക്സിനാണ് ഇൻ പ്രോസസ് കൺട്രോൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ നമ്മൾ ഫുഡ് ഇൻഡസ്ട്രി ആണെന്ന് വിചാരിക്കും, നമ്മൾ എന്തെങ്കിലും ഫുഡ് ഐറ്റമാണ് പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ വെൻ വി ആർ പ്രിപ്പയറിങ് ദാറ്റ് ഫുഡ് ഐറ്റം, നമ്മളതിലേക്ക് കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടുമല്ലോ. നമ്മൾ ആ ഇൻഗ്രീഡിയൻസ് ഇടുന്ന സമയത്ത് ഇൻഗ്രീഡിയൻസിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് ഫുഡിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ നമ്മൾ ഇൻഗ്രീഡിയൻസിൻ്റെ എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുകയാണ്. ഓക്കെ, ബിക്കോസ് വി ആർ ഗോയിങ് ടു എൻഷുർ ദാറ്റ് ദ ഇൻഗ്രീഡിയൻറ്റ് ഇസ് നോട്ട് എക്സ്പയർഡ്, അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. അതിനൊക്കെയാണ് ഇൻ പ്രോസസ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ ഇടയിൽ വെച്ചിട്ട് ചെയ്യുന്ന ചെക്കിങ്. അതേപോലെ ഇൻസ്പെക്ഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഫൈനൽ പ്രൊഡക്റ്റ്, ആഫ്റ്റർ വി ഹാവ് പ്രൊഡ്യൂസ് ദ പ്രൊഡക്റ്റ് നമ്മൾ അതിനെ ഇൻസ്പെക്ട് ചെയ്യുകയാണ്. കണ്ടോ? അപ്പോൾ ഇതൊക്കെ എന്താണ്? ചെക്കിങ്സ് ആണ്, വേരിഫിക്കേഷൻ. അങ്ങനെ വേരിഫിക്കേഷൻ റിലേറ്റഡ് എക്സ്പെൻസിനെയാണ് അപ്രൈസൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ ക്വാളിറ്റി ഓഡിറ്റ്സ്. ഓക്കെ, ക്വാളിറ്റി ഓഡിറ്റ് ഉണ്ടോ? ഓഡിറ്റ് എന്ന് പറയുന്നത് ചെക്കിംഗ് ആണ്, ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യാണ്, അപ്രൈസൽ കോസ്റ്റ്. ഫീൽഡ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റിംഗ് എ പ്രൊഡക്റ്റ് ഇൻ ദി ആക്ച്വൽ കോണ്ടെക്സ്റ്റ്. നമ്മൾ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് സെല്ല് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആ പ്രൊഡക്റ്റ് നമ്മൾ ആക്ച്വൽ സിനാരിയോയിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കണേന്ന്, ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അതിനാണ് എന്തെന്ന് പറയുന്നത്? ഫീൽഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്.
അതേപോലെ കാലിബ്രേഷൻ ഓഫ് മെഷറിംഗ് ആൻഡ് ടെസ്റ്റ് എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മെഷർമെൻറ്റ് എടുക്കുന്ന എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. ആ മെഷർമെൻറ്റ് എക്യുപ്മെൻറ്റ്സിനെ നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ഓക്കെ, അതിനാണ് കാലിബ്രേഷൻ എന്ന് പറയുന്നത്. ആ മെഷർമെൻ്റ് ഒക്കെ കറക്റ്റ് ആണോ, ആ മെഷീനെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യാണ് കാലിബ്രേഷൻ. ഓക്കെ, സോ ബേസിക്കലി അപ്രൈസൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്രൈസൽ കോസ്റ്റ് ഒന്നും കൂടെ പറയുകയാണ്, കോസ്റ്റ് ഇൻകേർഡ് ടു എൻഷുർ ദാറ്റ് ദ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ഇൻ ഓൾ സ്റ്റേജസ്. ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ ചെക്കിങ് മാത്രമല്ല കേട്ടോ, ഓൾ സ്റ്റേജസ്. The quality of the product and services in all stages conform to the quality standards. ക്വാളിറ്റി സ്റ്റാൻഡേർഡിലേക്ക് എത്തി എന്ന് നമ്മൾ എൻഷുർ ചെയ്യുകയാണ്, ചെക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ വെരിഫൈ ചെയ്തിട്ട്. സച്ച് കോസ്റ്റ് കംസ് അണ്ടർ അപ്രൈസൽ കോസ്റ്റ്. ഇനി ദ തേർഡ് കാറ്റഗറി ഈസ് ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റ്. ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് രണ്ട് കോസ്റ്റ് എന്തായിരുന്നു? കോസ്റ്റ് ഓഫ് കൺഫോമൻസ് ഓർ കോസ്റ്റ് ഓഫ് ഗുഡ് ക്വാളിറ്റി. ഇനിയുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പുവർ ക്വാളിറ്റിയാണ്. അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റ് ലോ ക്വാളിറ്റി പ്രൊഡക്റ്റായി പോയി, അതിന് ശേഷം നമ്മൾ ഇൻകർ ചെയ്യുന്ന കോസ്റ്റാണ് ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റ് ആൻഡ് എക്സ്റ്റേർണൽ ഫെയിലിയർ കോസ്റ്റ്. സോ വാട്ട് ഈസ് ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റ്? കോസ്റ്റ് ഇൻകേർഡ് ടു റെമഡി ദ ഡിഫെക്ട്സ് ഡിസ്കവേർഡ് before delivering the product or service, which means we have already produced a defective product but the product is not given to the customer. അത് കസ്റ്റമറിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും റെമഡിയൽ ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ ദാറ്റ് കോസ്റ്റ് കംസ് അണ്ടർ ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റ്. ഓക്കെ, അതായത് ഞാൻ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, ഡിഫക്റ്റീവ് പ്രൊഡക്റ്റായി, പക്ഷേ കസ്റ്റമറിന് സെല് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് മനസ്സിലായി ഇതിൽ ഡിഫക്റ്റ് ഉണ്ട്, ഞാൻ ഈ ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്യാൻ പോവാണ്. ദാറ്റ് റെക്ടിഫിക്കേഷൻ കോസ്റ്റ് കംസ് അണ്ടർ ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റ്. ഓക്കെ, സോ നോക്കിയേ എന്താണ്? ദിസ് ഇസ് ഇൻകേർഡ് ബിഫോർ കസ്റ്റമർ റിസീവ്സ് ദ പ്രൊഡക്റ്റ് ഓർ സർവീസ്. കസ്റ്റമറിന് കിട്ടുന്നതിന് മുമ്പാണ് റെക്ടിഫിക്കേഷൻ നടക്കുന്നത്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ സ്ക്രാപ്പ് ഓർ വേസ്റ്റ്. നമ്മളുടെ മെറ്റീരിയൽ നമ്മളുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ കുറച്ച് മെറ്റീരിയൽ സ്ക്രാപ്പായിട്ട് വന്നു അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ട് വന്നു, അങ്ങനത്തെ കോസ്റ്റിന് നമ്മൾ ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റ് എന്ന് പറയും. അതേപോലെ റീവർക്ക് കോസ്റ്റ്, നമ്മളുടെ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് റീവർക്ക് ചെയ്യേണ്ടി വന്നു, ആ കോസ്റ്റ് എന്ത് കോസ്റ്റാണ്? ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റ്. റെക്ടിഫിക്കേഷൻ, പ്രൊഡക്റ്റിന് എന്തെങ്കിലും കറക്ഷൻസ് ചെയ്യേണ്ടി വന്നു, ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റ്. അതേപോലെ ലോസ്റ്റ് പ്രോസസ് ടൈം ഓർ ഡിലേ. വേസ്റ്റ് എന്നൊക്കെ പറയണില്ല, നമ്മൾ ഇനി വേറെ ചാപ്റ്റേഴ്സിൽ പഠിക്കുന്നുണ്ട്. ദർ ആർ 7 kinds ഓഫ് വേസ്റ്റ്. 7 കാര്യങ്ങൾ നമ്മൾ വേസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതായത് നമ്മൾ ബേസിക്കലി ഇത്രേ ഉള്ളൂ. വേസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ എന്തെങ്കിലും റിസോഴ്സസ് വെറുതെ പാഴായി പോകുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വേസ്റ്റ് എന്ന് പറയും. സച്ച് വേസ്റ്റ് ഇസ് ഓൾസോ കൺസിഡേർഡ് ആസ് ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റ്. മനസ്സിലായാലും നമ്മുടെ പ്രൊഡക്റ്റിനെ മാത്രം വെച്ചിട്ടല്ല, നമ്മുടെ എന്തെങ്കിലും റിസോഴ്സസ് നമ്മൾ അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ട് നിൽക്കുകയാണെന്നെങ്കിൽ അല്ലെങ്കിൽ റിസോഴ്സിൻ്റെ യൂസേജ് ഉപയോഗിക്കാൻ പറ്റാതെ വേസ്റ്റ് ആയി പോയി, ഇറ്റ് ഓൾസോ കംസ് അണ്ടർ ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റ്. അൺഷെഡ്യൂൾഡ് മെയിൻ്റനൻസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2 ടൈപ്പ് മെയിൻ്റനൻസ് ഉണ്ട്. പ്ലാൻഡ് ആയിട്ടുള്ള മെയിൻ്റനൻസ് ഉണ്ട്. ഇതെന്താണ്? അൺഷെഡ്യൂൾഡ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് മിഷനറി സ്റ്റോപ്പായി പോയി, ബ്രേക്ക് ഡൗൺ ആയിപ്പോയി, നമ്മൾ അപ്പോൾ മെയിൻ്റനൻസ് ചെയ്യേണ്ടി വരും. ആ മെയിൻ്റനൻസിൻ്റെ കോസ്റ്റ് എവിടെയാണ് വരുന്നത്? ഇറ്റ് കംസ് അണ്ടർ ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റ്. മനസ്സിലായോ? ശരി, നെക്സ്റ്റ് എക്സ്റ്റേർണൽ ഫെയിലിയർ കോസ്റ്റ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് ചെറുതായിട്ട് മനസ്സിലായിട്ടുണ്ടാവും, ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ. എക്സ്റ്റേർണൽ ഫെയിലിയർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഇൻകേർഡ് ടു റെമഡി ദ ഡിഫെക്ട്സ് ഡിസ്കവേർഡ് ബൈ ദ കസ്റ്റമർ. സോ ദ ഡിഫെക്റ്റ് ഹാസ് റീച്ച്ഡ് ദ കസ്റ്റമർ. കസ്റ്റമറിൻ്റെ അടുത്ത് എത്തി, നമ്മുടെ പ്രൊഡക്റ്റ് ഡിഫക്റ്റീവ് ആയിട്ടുള്ള സാധനം കസ്റ്റമറിൻ്റെ അടുത്ത് എത്തി, എന്നിട്ട് നമ്മൾ ഇൻകർ ചെയ്യുന്ന ക്വാളിറ്റി കോസ്റ്റ് ആണെങ്കിൽ ഇറ്റ് കംസ് അണ്ടർ എക്സ്റ്റേർണൽ ഫെയിലിയർ കോസ്റ്റ്. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. എക്സ്റ്റേർണൽ ഫെയിലിയർ കോസ്റ്റ് കോസസ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ ടു ദ കസ്റ്റമർ. ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റ് വരെ കസ്റ്റമർ അറിയുന്നില്ല. എക്സ്റ്റേർണൽ ഫെയിലിയർ കോസ്റ്റ് ഇസ് ഗോയിങ് ടു അഫക്ട് ദി റെപ്യൂട്ടേഷൻ ഓഫ് ദി കമ്പനി. സോ ദിസ് ഇസ് ഇൻകേർഡ് ആഫ്റ്റർ ദി കസ്റ്റമർ റിസീവ്സ് ദ പ്രൊഡക്റ്റ് ഓർ സർവീസ്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ പറയുകയാണെങ്കിൽ വാറണ്ടി ക്ലെയിം. കസ്റ്റമർ വാറണ്ടി ക്ലെയിം ചെയ്യണത് എപ്പോഴാണ്? the product is delivered to him but the product is not working properly, defective product, he claims warranty claim വരുമ്പോൾ നമുക്ക് കമ്പനിയിൽ കുറേ കോസ്റ്റ് ഉണ്ട്. ഒന്ന് കസ്റ്റമർ സപ്പോർട്ടൊക്കെ വേണ്ടി വരും, അയാൾ വിളിച്ച് പറയും, നമ്മൾ ചിലപ്പോൾ ചെന്ന് പിക്ക് ചെയ്യേണ്ടി വരും പ്രൊഡക്റ്റ്, എന്നിട്ട് അയാൾക്ക് വേറെ റീപ്ലേസ്മെൻറ്റ് പ്രൊഡക്റ്റ് കൊടുക്കേണ്ടി വരും. എക്സ്പെൻസ് അല്ലേ? all those expense comes under warranty claim. നെക്സ്റ്റ്
കംപ്ലയിൻസ് ആൻഡ് കസ്റ്റമർ സപ്പോർട്ട്, കസ്റ്റമറിൻ്റെ കംപ്ലയിൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ്, കസ്റ്റമർ സപ്പോർട്ടിന് വേണ്ടി വരുന്ന കോസ്റ്റ്, അതേപോലെ ലോസ്റ്റ് മാർക്കറ്റ് ഷെയർ. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചില്ല, അതിലുണ്ടായിരുന്നല്ലോ ലോസ്റ്റ് മാർക്കറ്റ് ഷെയർ. ലോസ്റ്റ് മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഷെയർ, നമ്മുടെ റെപ്യൂട്ടേഷൻ എഫക്റ്റഡ് ആയതുകൊണ്ട് നമ്മുടെ മാർക്കറ്റ് ഷെയർ പോയി. ദാറ്റ് കംസ് അണ്ടർ എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റ്. റിപ്പയറിംഗ് ഓഫ് ഗുഡ്സ്. അപ്പോൾ ഇവിടെ റിപ്പയറിംഗ് ഗുഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗുഡ്സ് റിട്ടേൺഡ് ബൈ ദ കസ്റ്റമർ ആണ് കേട്ടോ. അല്ലാതെ ഇഫ് വി ആർ ഐഡൻറ്റിഫൈങ് ദ ഡിഫക്റ്റ് ബിഫോർ ഡെലിവറിങ് ദ പ്രൊഡക്റ്റ് ടു ദ കസ്റ്റമർ, ഇറ്റ് കംസ് ഓൺലി അണ്ടർ ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റ്. ഓക്കെ, ശരി. അപ്പോൾ ഇപ്പോൾ നമ്മൾ 4 കാറ്റഗറി പഠിച്ചു. ഇനി നോക്കിയേ, ഇതിൽ പ്രിവെൻഷൻ കോസ്റ്റിനെ മാത്രം നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണാം. പ്രിവെൻഷൻ കോസ്റ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ടു ഡൂ ദ തിങ്സ് റൈറ്റ് ദ ഫസ്റ്റ് ടൈം തന്നെ. അതായത് വി ആർ ട്രൈങ് ടു അവോയ്ഡ് ക്വാളിറ്റി പ്രോബ്ലം. അതിന് ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് പ്രിവെൻഷൻ കോസ്റ്റ്. ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്, വെയർ ആസ് അപ്രൈസൽ ആൻഡ് ഫെയിലിയർ കോസ്റ്റ് ആർ അവോയ്ഡബിൾ. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അപ്രൈസൽ കോസ്റ്റ് വരെ അവോയ്ഡ് ചെയ്യാം. മനസ്സിലായി? അപ്രൈസൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഇൻകേർഡ് ഫോർ ചെക്കിംഗ്, വെരിഫിക്കേഷൻ, ഓഡിറ്റ്. ഇഫ് വി ആർ, നമ്മൾക്ക് നല്ല ക്വാളിറ്റി മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ചെക്കിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻസ്പെക്ഷൻ ഓഫ് റോ മെറ്റീരിയൽ, ഇൻസ്പെക്ഷൻ ഓഫ് ഫൈനൽ പ്രൊഡക്റ്റ്, അതൊക്കെ ആക്ച്വലി ഒരു ചെറിയ വേസ്റ്റേജ് ഓഫ് റിസോഴ്സാണ്. അത് നമ്മൾ ചെക്ക് ചെയ്യണത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ മര്യാദക്ക് പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ടല്ലേ. നമ്മൾ മര്യാദക്ക് പ്രൊഡ്യൂസ് ചെയ്തു, നമുക്ക് ഉറപ്പാണ് നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ ക്വാളിറ്റി പ്രൊഡക്റ്റാന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതേപോലെ സപ്ലയറിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തെടുക്കുകയാണ്. അയാളോട് നമ്മൾ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് ഡിഫക്റ്റീവ് റോ മെറ്റീരിയൽ വരരുത്. അപ്പോൾ നമ്മൾ റോ മെറ്റീരിയൽ ഇൻസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇൻസ്പെക്ഷൻ എന്നൊക്കെ പറയുന്നത് ഒരു റിസോഴ്സിൻ്റെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പ്രിവെൻഷൻ കോസ്റ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്, വേറാസ് അപ്രൈസൽ ആൻഡ് ഫെയിലിയർ കോസ്റ്റ് ആർ അവോയ്ഡബിൾ. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് വെച്ചിട്ട് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി, അതിൻ്റെ കാറ്റഗറി എന്താണെന്നൊക്കെ പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് 2 പാർട്ട് ചെയ്യാം. അപ്പോൾ നോക്കിയേ എന്താ നമ്മളോട് ചോദിച്ചേക്കുന്നത് ക്വസ്റ്റ്യനിൽ. So first question, prepare a cost of quality statement for the year 1920 showing the percentage of total cost of quality incurred in each category. So now I know that there are 4 categories. ഏതൊക്കെയാ categories? Prevention cost, appraisal cost, internal failure cost and external failure cost. So ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഈ എക്സ്പെൻസസിന് 1920 അല്ലേ, 1920 ഈ ക്വാളിറ്റി കോസ്റ്റിനെ ഐ വിൽ കാറ്റഗറൈസ് ഇൻ ടു 4 ഞാൻ ക്ലാസിഫൈ ചെയ്യും. എന്നിട്ട് ഓരോ കാറ്റഗറിയുടെയും ടോട്ടലും വേണം. എന്തൊക്കെ ചോദിച്ചേക്കുന്നത്? ഓരോ കാറ്റഗറിയുടെയും ടോട്ടലും വേണം, പേഴ്സൻറ്റേജ് ഓഫ് ടോട്ടൽ കോസ്റ്റും വേണം. അതായത് സപ്പോസ് ഇതെല്ലാം കൂടി 100% ആണെങ്കിൽ ഇൻറ്റേർണൽ ഫെയിലിയർ എത്ര പെർസെൻറ്റേജ്, പ്രിവെൻഷൻ എത്ര പെർസെൻറ്റേജ്, അങ്ങനെ വേണം. ഓക്കെ, നമുക്കിപ്പോൾ ക്ലാസിഫൈ ചെയ്യാം. ഇവിടെ വെച്ച് തന്നെ ക്ലാസിഫൈ ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്ത് പെട്ടെന്ന് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ നോക്കിയേ, വാറണ്ടി ക്ലെയിം ഏത് കോസ്റ്റാണ്? വാറണ്ടി നമ്മളിപ്പോൾ പഠിച്ചില്ലേ, എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റ്. എംപ്ലോയി ട്രെയിനിങ് കോസ്റ്റ്, ഇറ്റ് കംസ് അണ്ടർ പ്രിവെൻഷൻ കോസ്റ്റ്. റീവർക്ക് കോസ്റ്റ്, നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ റീവർക്ക് ചെയ്യാണ്, എവിടെ വരും? ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റ്. ലോസ്റ്റ് പ്രോഫിറ്റ് ഫ്രം ലോസ്റ്റ് കസ്റ്റമേഴ്സ്, എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റ്. കോസ്റ്റ് ഓഫ് റിജക്റ്റഡ് യൂണിറ്റ്സ് നമ്മൾ റിജക്റ്റ് ചെയ്തു, പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ റിജക്റ്റ് ചെയ്യണത്, ഇറ്റ് കംസ് അണ്ടർ ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റ്. സെയിൽസ് റിട്ടേൺ പ്രോസസ്സിങ്, നമ്മൾ സെല് ചെയ്തിട്ട് റിട്ടേൺ വരികയാണ്, എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റ്. ടെസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്തിലാണ് വരുന്നത്? ഇറ്റ് കംസ് അണ്ടർ അപ്രൈസൽ കോസ്റ്റ്. ക്ലിയർ അല്ലേ? ഇപ്പോൾ നമുക്ക് കാറ്റഗറീസ് കിട്ടിയല്ലോ. അപ്പോൾ ഇനി നമ്മളിതിനെ സ്റ്റേറ്റ്മെൻ്റ് ആക്കണം. ഓക്കെ, സോ ഞാൻ ഹെഡിങ് പറഞ്ഞുതരാം, ഹെഡിങ്ങും ഒരു ഫോർമാറ്റും പറഞ്ഞുതരാം, നിങ്ങൾ തന്നെ എഴുതണം, എന്നിട്ട് ആൻസർ ചെക്ക് ചെയ്താൽ മതി. ആൻസർ ഞാൻ കാണിക്കാം. അപ്പോൾ നോക്കിയേ, ഹെഡിങ് എഴുതിക്കോ, കോസ്റ്റ് ഓഫ് ക്വാളിറ്റി സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദി ഇയർ 1920. കോസ്റ്റ് ഓഫ് ക്വാളിറ്റി സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദി ഇയർ 1920 എന്ന് എഴുതുക. എന്നിട്ട് എത്ര കോളംസ് വേണം അതിൻ്റെ താഴെയെന്ന് ഞാൻ പറഞ്ഞുതരാം. 3 കോളംസ്. പെർട്ടിക്കുലേഴ്സ് 4 കോളംസ് വരും.
particulars amount പെർസെൻറ്റേജും കൂടെ വേണ്ടേ, പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ കോസ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്യും എന്ന് പറയട്ടെ, ഫസ്റ്റ് നമ്മൾ എഴുതും പ്രിവെൻറ്റീവ് കോസ്റ്റ്, അതിൻ്റെ താഴെയുള്ളതൊക്കെ ലിസ്റ്റ് ചെയ്യുക, എമൗണ്ട്സ് എഴുതുക, ടോട്ടൽ എമൗണ്ട് എടുത്ത് ഇവിടെ എഴുതുക, അപ്രൈസൽ കോസ്റ്റ് ഇതേപോലെ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പേഴ്സൻറ്റേജും കൂടെ കണ്ടുപിടിക്കണം കേട്ടോ. അതായത് ടോട്ടൽ കോസ്റ്റിൻ്റെ നമ്മുടെ ടോട്ടൽ കോസ്റ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും പ്രിവെൻറ്റീവ് കോസ്റ്റ്. ചിലപ്പോൾ ഒരു 60% എന്ന് പറയുകയാണെങ്കിൽ 60% അങ്ങനെ എഴുതണം. ക്ലിയർ അല്ലേ? സോ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടിയില്ലേ? വീഡിയോ പോസ് ചെയ്ത് വെച്ച് തന്നെ ചെയ്തോ, ഞാനിപ്പോൾ ഇതിൻ്റെ ആൻസർ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പോവാണ്, തന്നെ ചെയ്തോ കേട്ടോ. ഓക്കെ, സോ ഇതാണ് ആൻസർ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആൻസർ ഞാൻ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ, ജസ്റ്റ് ചെക്ക് ചെയ്തോ. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം, സെക്കൻഡ് പാർട്ട്. അപ്പോൾ നോക്കിയേ, സെക്കൻഡ് പാർട്ട്. Question 2. Prepare cost benefit analysis of the new quality program showing how the quality initiative will affect each cost category. അപ്പോൾ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. എന്തിൻ്റെ? ന്യൂ ക്വാളിറ്റി പ്രോഗ്രാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ലടാ, they are going to the company is going to implement a new quality program. അതിനുവേണ്ടി ഇത്രയും കോസ്റ്റ് ഇൻകർ ചെയ്യും എന്നൊക്കെ പറഞ്ഞില്ലേ? സോ ഇതെല്ലാം അഡീഷണൽ കോസ്റ്റ് ആണ്. സോ ദീസ് ആർ ദി അഡീഷണൽ കോസ്റ്റ് ടു ബി ഇൻകേർഡ്. മനസ്സിലായോ? ക്വാളിറ്റി അച്ചീവ് ചെയ്യണമെങ്കിൽ എപ്പോഴും എന്തെങ്കിലും കോസ്റ്റ് ഒക്കെ ഇൻകർ ചെയ്യേണ്ടി വരും. മനസ്സിലായി? നമ്മൾ പ്രിവെൻഷൻ ആക്ടിവിറ്റീസിനും അപ്രൈസൽ ആക്ടിവിറ്റീസിനൊക്കെ കുറച്ച് കോസ്റ്റ് ഇൻകർ ചെയ്യണം. അപ്പോഴാണ് എന്ത് കുറയണത്? ഫെയിലിയർ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യണത്. സോ ദീസ് ആർ സം ഓഫ് ദി അഡീഷണൽ കോസ്റ്റ് ഇൻകേർഡ്. ഇത് ഇൻകർ ചെയ്യണതുകൊണ്ട് കമ്പനി എന്താ എക്സ്പെക്ട് ചെയ്യണത്? കുറച്ച് സേവിങ്സ് എക്സ്പെക്ട് ചെയ്യണില്ലേ? സോ ദീസ് ആർ ദി സേവിങ്സ് ഫ്രം ദി ക്വാളിറ്റി പ്രോഗ്രാം. അത് കാരണം കൊണ്ട് ഇവർക്ക് കിട്ടാൻ പോണ സേവിങ്സ് ആണ് ഈ തന്നേക്കുന്നത്. റിഡക്ഷൻ ഇൻ ലോസ്റ്റ് പ്രോഫിറ്റ്, റിഡക്ഷൻ ഇൻ റീവർക്ക് കോസ്റ്റ്, റിഡക്ഷൻ ഇൻ വാറണ്ടി കോസ്റ്റ്, റിഡക്ഷൻ ഇൻ സെയിൽസ് റിട്ടേൺ പ്രോസസ്സിങ്, ഇതൊക്കെ സേവിങ്സ് ആണ്. ഈ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അത് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? പ്രിപ്പയർ എ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഓഫ് ദി ന്യൂ പ്രോഗ്രാം ഷോയിങ് ഹൗ ദ ക്വാളിറ്റി ഇനിഷ്യേറ്റീവ് വിൽ അഫക്റ്റ് ഈച്ച് കോസ്റ്റ് കാറ്റഗറി. ഓരോ കോസ്റ്റ് കാറ്റഗറിയിലും എന്ത് ചേഞ്ച് വന്നു എന്നും കൂടി അതിലുണ്ടാവണം. മനസ്സിലായ? അപ്പോൾ കാറ്റഗറൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കൊന്ന് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ തന്നെ നോക്കിയേ, ഈ അഡീഷണൽ കോസ്റ്റൊക്കെ നമുക്ക് ആദ്യം കാറ്റഗറൈസ് ചെയ്യാം. നിങ്ങൾ തന്നെ പറ. ഇൻസ്പെക്ഷൻ ഓഫ് റോ മെറ്റീരിയൽ എന്ത് കോസ്റ്റാണ്? ഇൻസ്പെക്ഷൻ ഓഫ് റോ മെറ്റീരിയൽ, ഇറ്റ് കംസ് അണ്ടർ അപ്രൈസൽ കോസ്റ്റ്. റീഎഞ്ചിനീയർ ദി പ്രൊഡക്ഷൻ പ്രോസസ്സ് തന്നെ റീഎഞ്ചിനീയർ ചെയ്യാണ്. എന്തിനു വേണ്ടി? ടു ഇംപ്രൂവ് ദ പ്രൊഡക്റ്റ് ക്വാളിറ്റി. മനസ്സിലായി? അല്ലാണ്ട് പ്രൊഡ്യൂസ്ഡ് യൂണിറ്റ്സ് അല്ല, പ്രൊഡക്ഷൻ പ്രോസസ്സ്. സോ ദിസ് കംസ് അണ്ടർ പ്രിവെൻറ്റീവ് കോസ്റ്റ്, പ്രിവെൻഷൻ ആക്ടിവിറ്റിയാണ്. സപ്ലയർ സ്ക്രീനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ. നമ്മൾ സപ്ലയറിനെ, ഇതിന് മുമ്പ് ഉണ്ടായിരുന്നോ? ഇല്ല, ഇവർക്ക് ഉണ്ടായിരുന്നില്ല ഈ കമ്പനിയിൽ. സപ്ലയറിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് സർട്ടിഫൈ ചെയ്തെടുക്കുകയാണ്. ഇറ്റ് കംസ് അണ്ടർ പ്രിവെൻറ്റീവ് കോസ്റ്റ്. പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ഓഫ് പ്ലാന്റ് എക്യുപ്മെൻറ്റ് ബ്രേക്ക് ഡൗൺ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ഇറ്റ് കംസ് അണ്ടർ പ്രിവെൻറ്റീവ് കോസ്റ്റ്. ക്ലിയർ അല്ലേ? സോ ദീസ് ആർ ദി അഡീഷണൽ കോസ്റ്റ്. സേവിങ്സ് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാമല്ലോ. റിഡക്ഷൻ ഇൻ ലോസ്റ്റ് പ്രോഫിറ്റ്. ഇത് ഏത് കോസ്റ്റിൽ, ഏത് കാറ്റഗറിയിൽ വരാൻ പോണ സേവിങ്സ് ആണ്? ലോസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ സേവിങ്സ് ഇൻ എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റ്. റിഡക്ഷൻ ഇൻ റീവർക്ക് കോസ്റ്റ്, ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റിലുള്ള സേവിങ്സ് ആണ്. ഇത് സേവിങ്സ് ആണ് കേട്ടോ. റിഡക്ഷൻ ഇൻ വാറണ്ടി കോസ്റ്റ്, എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റ്. റിഡക്ഷൻ ഇൻ സെയിൽസ് റിട്ടേൺ പ്രോസസ്സിംഗ്, എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റ്. അപ്പോൾ നോക്കിയടാ,
നമ്മൾ പ്രിവെൻറ്റീവ് കോസ്റ്റിലും അപ്രൈസൽ കോസ്റ്റിലും കുറച്ച് എക്സ്പെൻസ് ഇൻകർ ചെയ്യുമ്പോൾ പ്ലസ് ആണ്, എക്സ്ട്രാ കോസ്റ്റ് ഇൻകർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റി. എവിടെ? എക്സ്റ്റേണൽ ഫെയിലിയറിലും ഇൻറ്റേർണൽ ഫെയിലിയറിലും. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ആൻസർ നമ്പർ 2. സോ ആൻസർ നമ്പർ 2. സോ ആൻസർ 2, പ്രിപ്പയർ എ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്നല്ലേ. അപ്പോൾ എഴുതിക്കോ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഓഫ് ദി ന്യൂ ക്വാളിറ്റി പ്രോഗ്രാം. എഴുതിക്കോ ഹെഡിങ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഓഫ് ദി ന്യൂ ക്വാളിറ്റി പ്രോഗ്രാം. അപ്പോൾ ഞാനും ഒരു ഫോർമാറ്റ് എഴുതാം. കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഓഫ് ദി ന്യൂ ക്വാളിറ്റി പ്രോഗ്രാം. ഇനി ഇതിന് നമുക്ക് 3 കോളംസ് വേണം. പെർട്ടിക്കുലേഴ്സ്, ഫസ്റ്റ് കോളം അഡീഷണൽ കോസ്റ്റ്. അഡീഷണൽ കോസ്റ്റ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റ്സിലിടണം. എന്താണെന്ന് ഞാൻ പറയാം. ഓർ സേവിങ്സ്. അഡീഷണൽ കോസ്റ്റ് ഓർ സേവിങ്സ് എന്താണെന്ന് വെച്ചാലേ ഞാൻ പറയാം. അതേപോലെ ലാസ്റ്റ് കോളം ടോട്ടൽ additional cost or total savings. Total additional cost or total savings. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് കാറ്റഗറി പ്രിവെൻറ്റീവ് കോസ്റ്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഫസ്റ്റ് കാറ്റഗറി ഈസ് പ്രിവെൻറ്റീവ് കോസ്റ്റ്. പ്രിവെൻറ്റീവ് കോസ്റ്റിൽ സേവിങ്സ് ആണോ അഡീഷണൽ കോസ്റ്റ് ആണോ വന്നേക്കുന്നത്? പ്രിവെൻറ്റീവ് കോസ്റ്റിൽ ഇതൊക്കെ എന്താണ്? ദീസ് ആർ ഓൾ അഡീഷണൽ കോസ്റ്റ് അല്ലേ. നമ്മൾ അഡീഷണൽ കോസ്റ്റ് ഇൻകർ ചെയ്യാൻ പോയതാണ്. അപ്പോൾ അഡീഷണൽ കോസ്റ്റ് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ബ്രാക്കറ്റിൽ എഴുതുക. കോസ്റ്റ് എല്ലാം മൈനസ് ആയിട്ട് എഴുതുക, സേവിങ്സ് എല്ലാം പോസിറ്റീവായിട്ട് എഴുതുക. മനസ്സിലായോ? അപ്പോൾ എന്താ ഗുണം? ഏറ്റവും അവസാനം ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് ഫിഗർ കിട്ടും. നെറ്റ് സേവിങ്സ് ആണെങ്കിൽ അത് പോസിറ്റീവ് ഫിഗർ ആയിരിക്കും, നെറ്റ് കോസ്റ്റ് ആണെങ്കിൽ അത് നെഗറ്റീവ് ഫിഗർ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യണത്. അപ്പോൾ കോസ്റ്റ് എല്ലാം ഞാൻ നെഗറ്റീവായിട്ട് എഴുതേ. ഇപ്പോൾ ഫസ്റ്റ് കോസ്റ്റ് പ്രിവെൻറ്റീവിൻ്റെ താഴെ റീ എൻജിനീയറിംഗ് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്. അപ്പോൾ അത് എഴുതുമ്പോൾ ഓക്കെ, നമ്മൾ പ്രിവെൻറ്റീവ് കോസ്റ്റിൻ്റെ താഴെ എഴുതുകയാണ്. ഫസ്റ്റ് വൺ റീ എൻജിനീയറിംഗ് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ് അതെഴുതി. അപ്പോൾ അത് ഞാൻ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ? അതെനിക്ക് കോസ്റ്റാണ്. അപ്പോൾ അത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതുക, പക്ഷേ ബ്രാക്കറ്റിൽ എഴുതും. ഓക്കെ, അങ്ങനെ കോസ്റ്റ് എല്ലാം നമ്മൾ ബ്രാക്കറ്റിൽ എഴുതുക. എന്നിട്ട് ഓരോ കാറ്റഗറിയുടെയും ടോട്ടൽ വേണം കേട്ടോ. നേരത്തെ ചെയ്ത പോലെ ഓരോ കാറ്റഗറിയും ടോട്ടൽ വേണം. ഏറ്റവും അവസാനം നിങ്ങൾക്ക് ഒരു ഫൈനൽ ടോട്ടൽ കിട്ടും. ഇത് പോസിറ്റീവ് ആണെങ്കിൽ സേവിങ്സ് ആണ്, നെഗറ്റീവ് ആണെങ്കിൽ അഡീഷണൽ കോസ്റ്റ് ആണ്. അപ്പോൾ ഫൈനൽ നമ്മളിവിടെ എഴുതും നെറ്റ് ബെനഫിറ്റ് ഓർ കോസ്റ്റ് ഓഫ് ഇംപ്ലിമെൻറ്റിംഗ് ദ ന്യൂ പ്രപ്പോസൽ. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ഫിഗറാണ് വരുന്നതെങ്കിൽ നെറ്റ് ബെനിഫിറ്റ് ആണ്. അല്ല, ഇവിടെ ഇങ്ങനെ എഴുതണേ, കോസ്റ്റ് എന്നുള്ളത് ബ്രാക്കറ്റിൽ ഇട്ടോ. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് പോസിറ്റീവ് ഫിഗർ അല്ല നെഗറ്റീവ് ഫിഗർ എങ്ങാനുമാണ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പറയും ആ നെഗറ്റീവ് ഫിഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് നെറ്റ് കോസ്റ്റ് ഓഫ് ഇംപ്ലിമെൻറ്റിംഗ് ദ ന്യൂ പ്രപ്പോസൽ. ന്യൂ പ്രപ്പോസൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നമുക്ക് സേവിങ്സ് കിട്ടിയില്ല, കോസ്റ്റാണ് വന്നതെന്ന്. മനസ്സിലായോ? അപ്പോൾ ഇതും നിങ്ങൾ തന്നെ ചെയ്ത് നോക്ക്. ഞാനിപ്പോൾ പോസ് ചെയ്ത് വെച്ചോ, ഞാൻ ആൻസർ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. സോ നോക്കിയേ, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൻ്റെ ആൻസർ ഫസ്റ്റ് പ്രിവെൻറ്റീവ് കോസ്റ്റാണ് ഇവർ എഴുതിയേക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചില കോസ്റ്റിലൊക്കെ സേവിങ്സ് ഫൈനൽ ആൻസർ നോക്കിയേ 5,55,000 വരണം. 5,55,000
55,000. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ തേർഡ് സബ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് how the manager trade off among the 4 categories of quality cost. So how will a manager trade off? 4 കോസ്റ്റ് ഉണ്ട്: പ്രിവെൻഷൻ, അപ്രൈസൽ, ഇൻറ്റേർണൽ ഫെയിലിയർ, എക്സ്റ്റേണൽ ഫെയിലിയർ. ഇതിൻ്റെ ഒരു ബാലൻസിൽ എങ്ങനെ എത്തുന്നു? അതെന്താ അങ്ങനെ ബാലൻസിൽ എത്തേണ്ട ആവശ്യം എന്താ? അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചും കൂടെ തിയറി മനസ്സിലാക്കണം. ഓക്കെ, എന്നിട്ട് നമുക്കിത് ആൻസർ ചെയ്യാം. അപ്പോൾ നോക്കിയേ, ഞാൻ വെറുതെ ഒരു ഗ്രാഫ് വരച്ചേക്കാണ്. ഈ ഗ്രാഫിൽ ഈ സൈഡിൽ ഇവിടെ ക്വാളിറ്റി ഉണ്ട്, ഇവിടെ കോസ്റ്റ് ഉണ്ട്, ഇവിടെ ക്വാളിറ്റി ഉണ്ട്. സോ ദിസ് ഇസ് ലോ ക്വാളിറ്റി ആൻഡ് ദിസ് ഇസ് ഹൈ ക്വാളിറ്റി. അതുപോലെ സിമിലർലി ഇൻ കോസ്റ്റ് ദിസ് ഇസ് ലോ കോസ്റ്റ് ആൻഡ് ഹിയർ ഇറ്റ് ഇസ് ഹൈ കോസ്റ്റ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു അനാലിസിസ് നോക്കാം. സപ്പോസ് എനിക്ക് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ്, ഫസ്റ്റ് ഞാൻ പറയാൻ പോണത് പ്രിവെൻഷൻ കോസ്റ്റിൻ്റെ കാര്യമാണ് കേട്ടോ. പ്രിവെൻഷൻ ആൻഡ് അപ്രൈസൽ. ഓക്കെ, അതിന് നമുക്ക് വേണമെങ്കിൽ കൺഫോമൻസ് കോസ്റ്റ് എന്ന് പറയാം. ഓക്കെ, കൺഫോമൻസ് കോസ്റ്റിൻ്റെ കാര്യമാണ് ഞാൻ ഫസ്റ്റ് പറയാൻ പോണത്, കൺഫോമൻസ് കോസ്റ്റ്. അപ്പോൾ ഇഫ് ഐ വോണ്ട് ടു മേക്ക് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ്, എനിക്ക് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ കൺഫോമൻസ് കോസ്റ്റ് കൂടുതലായിരിക്കും അല്ലേ? എനിക്ക് കൂടുതൽ കോസ്റ്റ് ഇൻകർ ചെയ്യേണ്ടി വരും. വേറാസ് ഞാൻ കൺഫോമൻസ് കോസ്റ്റ് കുറവായിട്ടാണ് ഇൻകർ ചെയ്യണമെങ്കിൽ എൻ്റെ ക്വാളിറ്റിയും കുറയും. അതായത് ഇഫ് ഐ ആം നോട്ട് സ്പെൻഡിങ് ഇനഫ് ഓൺ പ്രിവെൻഷൻ കോസ്റ്റ് ആൻഡ് അപ്രൈസൽ കോസ്റ്റ്, ദ പ്രൊഡക്റ്റ് വിൽ ബി ഓഫ് ലോ ക്വാളിറ്റി. അങ്ങനെയല്ലടാ, ഞാൻ അധികം പ്രിവെൻഷൻ ആക്ടിവിറ്റീസും അപ്രൈസലിലൊന്നും അധികം ശ്രദ്ധിക്കുന്നില്ല. വാട്ട് വിൽ ഹാപ്പൻ? അതിൽ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റിന് ക്വാളിറ്റിയും കുറവായിരിക്കും. ഓക്കെ, സോ ഇതാണ് പ്രിവെൻഷൻ കോസ്റ്റും അപ്രൈസൽ കോസ്റ്റും. ഇനി ബാക്കി 2 കോസ്റ്റ് ഇല്ലേ, ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റും എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റും, നമുക്ക് അവരുടെ കാര്യം കൂടി ഒന്ന് നോക്കാം. ഇഫ് ഐ ആം പ്രൊഡ്യൂസിങ് ലോ ക്വാളിറ്റി പ്രൊഡക്റ്റ്, ക്വാളിറ്റി കുറവുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ internal failure cost and external failure cost will be on the higher side. Low quality product ആണ്, റീവർക്ക് ചെയ്യേണ്ടി വരും, റീഡിസൈൻ ചെയ്യേണ്ടി വരും, സ്ക്രാപ്പ് ചെയ്യേണ്ടി വരും, വാറണ്ടി ക്ലെയിം കൊടുക്കേണ്ടി വരും അല്ലേ? അത് കസ്റ്റമറുടെ അടുത്ത് എത്തിയ വാറണ്ടി ക്ലെയിം കൊടുക്കണം, കസ്റ്റമർ കംപ്ലയിൻസ് വരും. സോ internal failure cost and external failure cost will be on the higher side. And as the quality of the product increases, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂടുന്തോറും internal failure cost and external failure cost will come down. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവർ തമ്മിൽ, അതായത് ഈ കൺഫോമൻസ് കോസ്റ്റും നോൺ കൺഫോമൻസ് കോസ്റ്റും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. മനസ്സിലായി? ഇവരൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ എൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? മൈ ഒബ്ജക്റ്റീവ് ഇസ് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? COQ ഇസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണമല്ലേ? 1 2, അതായത് COQ എന്ന് പറഞ്ഞാൽ 1 + 2 ആണ്. കോസ്റ്റ് ഓഫ് കൺഫോമൻസ് പ്ലസ് കോസ്റ്റ് ഓഫ് നോൺ കൺഫോമൻസ്. മൈ ഒബ്ജക്റ്റീവ് ഇസ് ടു മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി. എനിക്ക് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി ഏറ്റവും ഒരു ഒപ്റ്റിമം ലെവലിൽ നിർത്തണം. സോ അത് ഏകദേശം ഈ ഒരു മിഡിൽ സ്പോട്ടിലായിരിക്കും. ഇവിടെയാണ് എൻ്റെ ടോട്ടൽ ക്വാളിറ്റി കോസ്റ്റ് മിനിമം ആയിട്ട് നിൽക്കുന്നത്. സോ ഇതിനെയാണ് ഒപ്റ്റിമൽ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ആ ഒരു റേഞ്ചാണ് എനിക്ക് അച്ചീവ് ചെയ്യേണ്ടത്, ഒപ്റ്റിമൽ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് എഴുതിയെടുക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് സിമ്പിളാക്കി വെച്ചിട്ടുണ്ട്. നോക്കിയേ, ഒപ്റ്റിമൽ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി. സോ ആസ് പ്രിവെൻഷൻ ആൻഡ് അപ്രൈസൽ കോസ്റ്റ് ഇൻക്രീസസ്, failure cost decreases. Inverse relation. Okay, therefore there will be an optimum level at which combined cost is minimum. Combined ആയിട്ടുള്ള കോസ്റ്റ് മിനിമം ആയിട്ടുള്ള ഒരു ഒപ്റ്റിമം ലെവൽ ഉണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഒപ്റ്റിമൽ COQ, കോസ്റ്റ് ഓഫ് ക്വാളിറ്റി. സോ ഒപ്റ്റിമൽ COQ is the level at which ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി ഇസ് മിനിമം. ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി മിനിമം ആയിട്ടുള്ള ആ ലെവലിനെയാണ് ഒപ്റ്റിമൽ COQ എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പോയിന്റ് ഒന്ന് എഴുതിയെടുത്തോ, എന്നിട്ട് എന്താണെന്ന് ഞാൻ പറയാം. നോക്കിയേ, സ്ട്രൈവിങ് ഫോർ 0 ഡിഫെക്ട്സ്
ത്രൂ ക്വാളിറ്റി മാനേജ്മെൻറ്റ് പ്രോഗ്രാം മേ നോട്ട് ബി എക്കണോമിക്കലി വയബിൾ. അതായത് ഇല്ലേ, നമ്മുടെ കമ്പനിയിൽ സീറോ ഡിഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു റേറ്റ്, സീറോ ഡിഫക്റ്റ് റേറ്റ്, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യണ ഒരു പ്രൊഡക്റ്റ് പോലും ഡിഫക്റ്റീവ് അല്ല, അത് അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇറ്റ് മേ നോട്ട് ബി എക്കണോമിക്കലി വയബിൾ ഫോർ ദ കമ്പനി. എന്തുകൊണ്ടാണ്? ജസ്റ്റ് ഒന്ന് നോക്കിയടാ, സീറോ ഡിഫക്റ്റ്, ഞാൻ ഈ ഗ്രാഫിൽ തന്നെ വീണ്ടും ഒന്ന് കാണിക്കാം. സീറോ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റിയാണ്, എൻ്റെ പ്രൊഡക്റ്റിന് ഹൈ ക്വാളിറ്റി. ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പ്രിവെൻഷൻ കോസ്റ്റും അപ്രൈസൽ കോസ്റ്റും ഹ്യൂജ് ആയിരിക്കും. ഐ വിൽ ഹാവ് ടു മേക്ക് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രിവെൻഷൻ കോസ്റ്റ് ആൻഡ് അപ്രൈസൽ കോസ്റ്റ്. ഓക്കെ, ഹൈ ക്വാളിറ്റി അല്ല, സീറോ ഡിഫക്റ്റ്, അതായത് കംപ്ലീറ്റ് ക്വാളിറ്റി, സീറോ ഡിഫക്റ്റ് ആണ് എൻ്റെ പ്രൊഡക്റ്റിന്. സോ ഇൻ ഓർഡർ ടു അച്ചീവ് സീറോ ഡിഫക്റ്റ് I will have to make huge investment in prevention cost or appraisal cost. That may not be economically viable. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിൽക്കാൻ ശ്രമിക്കാതെ ഓൾവേസ് നമ്മളൊരു സ്വീറ്റ് സ്പോട്ടിലായിരിക്കും നിൽക്കാൻ ശ്രമിക്കുന്നത്. സോ അതിനെയാണ് ഒപ്റ്റിമൽ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ശരി. ഓക്കെ, ഇനി നമുക്ക് ഈ ആൻസർ നോക്കണ്ടേ, ഇതെങ്ങനെ എഴുതും എന്ന് നോക്കാം. സോ ഇനി നമ്മളുടെ ക്വസ്റ്റ്യനിലോട്ട് വരാം. ഇവർ പറഞ്ഞേക്കുന്നത് state how the manager trade off among the four categories of quality cost. എങ്ങനെ ഒരു മാനേജർ ട്രേഡ് ഓഫ് ചെയ്യും? ബിക്കോസ് മാനേജർക്ക് അറിയാം, ഇഫ് ഐ സ്പെൻഡ് മോർ ഓൺ പ്രിവെൻഷൻ ആൻഡ് അപ്രൈസൽ കോസ്റ്റ്, ഇന്റേണൽ ഫെയിലിയർ കോസ്റ്റ് ആൻഡ് എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റ് വിൽ കം ഡൗൺ. ഇവരൊരു ഇൻവേഴ്സ് റിലേഷനാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ ഒരു ഒപ്റ്റിമം റേഞ്ചിലെത്തും, അതെങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തിയറിയുടെ മാർക്ക് അനുസരിച്ചാണ് എഴുതേണ്ടത്. സപ്പോസ് 5 മാർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് എലാബറേറ്റ് ആയിട്ട് എഴുതേണ്ടി വരും. ഒരു കുറച്ച് പോയിൻറ്റ്സ് എഴുതണ്ടേ. അപ്പോൾ അതേപോലെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഞാൻ ഇത് പറയാൻ പോണത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിൻറ്റ്സ് ആയിട്ട് എഴുതിയെടുക്കാം. നമ്മളിപ്പോൾ പഠിച്ച തിയറിയില്ലേ, ആ തിയറി വെച്ചിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറയണത്. ഇപ്പോൾ എക്സാമിന് ഇതിൻ്റെയൊക്കെ മാർക്ക് എങ്ങനെയാണോ അത് നോക്കിയിട്ട് നിങ്ങൾ ഇതിൽ പോയിൻറ്റ്സ് കട്ട് ഷോർട്ട് ചെയ്യാം. ഇപ്പോൾ എല്ലാ പോയിൻറ്റും കൂടെ ചേർത്താണ് പറയണത്. ഓക്കെ, കുറച്ചധികം ഒരു 5 മാർക്സിനൊക്കെ വന്നാൽ നമ്മൾ എന്ത് എഴുതും, അങ്ങനത്തെ രീതിയിലാണ് പറയണത്. ശരി, അപ്പോൾ നോക്കിയാൽ ഫസ്റ്റ് പോയിൻ്റ് നമ്മൾ പഠിച്ച പോയിൻ്റ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ എഴുതുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രിവെൻഷൻ കോസ്റ്റ് ആൻഡ് അപ്രൈസൽ കോസ്റ്റ് വിൽ റെഡ്യൂസ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റ്. നമ്മൾ പഠിച്ചില്ലേ, പ്രിവെൻഷൻ കോസ്റ്റിലും അപ്രൈസൽ കോസ്റ്റിലും ഇൻവെസ്റ്റ് ചെയ്താൽ എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റും ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റും കുറയും. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് പറയട്ടെ. പ്രിവെൻഷൻ കോസ്റ്റ് എന്താണ്, അപ്രൈസൽ കോസ്റ്റ് എന്താണ്, എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റ് എന്താണ്, ഈ ക്വസ്റ്റ്യനിൽ അതിൽ ഏതൊക്കെയാണ് എക്സാമ്പിൾസ്, അതാണ് ജസ്റ്റ് എഴുതാൻ പോകണം. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറയണത്. ഇപ്പോൾ മാർക്ക് കുറവാണെങ്കിൽ ഈ ഒരു പോയിൻറ്റ്സിലേക്കൊന്നും പോകണ്ട, മാർക്കും നിങ്ങളുടെ ടൈമും അനുസരിച്ച് വേണം ചെയ്യാൻ. ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറയണത്. നമുക്ക് പ്രിവെൻഷൻ കോസ്റ്റിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, അപ്പോൾ പ്രിവെൻഷൻ കോസ്റ്റ് എന്താണ് നമ്മൾ പഠിച്ചത്, അതാണ് നമ്മളിവിടെ എഴുതുന്നത്. പ്രിവെൻഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഇൻകേർഡ് ടു പ്രിവെൻറ്റ് ലോ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. നമ്മൾ തിയറി പഠിച്ചില്ലേ, അതേ സെൻറ്റൻസ് എഴുതുക. ആൻഡ് നമ്മൾ എഴുതും എക്സാമ്പിൾ ഓഫ് പ്രിവെൻഷൻ കോസ്റ്റ് ഫ്രം ദി ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ നിന്നുള്ള കുറച്ച് എക്സാമ്പിൾസ് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഓക്കെ, നമ്മളിപ്പോൾ നോക്കിയ ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണ് അതിന് പ്രിവെൻഷൻ കോസ്റ്റിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് എഴുതാം. ഇതൊക്കെ എക്സാമ്പിളാണ്. റീ എഞ്ചിനീയറിംഗ് ഓഫ് ദ പ്രൊഡക്ഷൻ പ്രോസസ്, സപ്ലയർ സ്ക്രീനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ, പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ആർ സം ഓഫ് ദി പ്രിവെൻറ്റീവ് കോസ്റ്റ് ഇൻകേർഡ് ബൈ പി ലിമിറ്റഡ് ഇൻകർ ചെയ്യുന്ന പ്രിവെൻറ്റീവ് കോസ്റ്റിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ എഴുതി. അത് കഴിഞ്ഞ് അടുത്തത് നമ്മൾ ഇതേപോലെ അപ്രൈസൽ കോസ്റ്റ് പറയും. എന്താണ് അപ്രൈസൽ കോസ്റ്റ്? അപ്രൈസൽ കോസ്റ്റ് ആർ ദി കോസ്റ്റ് ഇൻകേർഡ്. മനസ്സിലായി? അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രിവെൻറ്റീവ് കോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു, എന്നിട്ട് സെക്കൻഡ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയും വേറാസ് അപ്രൈസൽ കോസ്റ്റ് ആർ ദി കോസ്റ്റ് ഇൻകേർഡ് ടു എൻഷുർ ദാറ്റ് ദ products produced or services rendered in all stages conform to the quality standard. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റൊക്കെ ക്വാളിറ്റി സ്റ്റാൻഡേർഡായിട്ട് കൺഫേംഡ് ആണ്. ഇറ്റ് കൺഫോംസ് ടു ദ ക്വാളിറ്റി സ്പെസിഫിക്കേഷൻ എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റാണ് അപ്രൈസൽ കോസ്റ്റ്. അത് എഴുതും. ആൻഡ് സം ഓഫ് ദി അപ്രൈസൽ കോസ്റ്റ് ഇൻകേർഡ് ബൈ പി ലിമിറ്റഡ് ആർ ആസ് ഫോളോസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് അപ്രൈസൽ കോസ്റ്റിൻ്റെ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ എടുത്ത് എഴുതാം. ഇവിടെ ഇൻസ്പെക്ഷൻ ഓഫ് റോ മെറ്റീരിയൽ, അതേപോലെ ടെസ്റ്റിംഗ്, ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് അപ്രൈസൽ കോസ്റ്റ്. അപ്പോൾ നമ്മൾ 3 പോയിന്റ് എഴുതിയോ? ശരി, അടുത്ത നമ്മൾ എഴുതും നെക്സ്റ്റ് പോയിന്റ്
when P Limited started investing in prevention and appraisal cost, അവർ പ്രിവെൻഷനും അപ്രൈസൽ കോസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇറ്റ്സ് ഇന്റേണൽ ഫെയിലിയർ കോസ്റ്റ് ആൻഡ് എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റ് റെഡ്യൂസ്ഡ് ഡ്രാസ്റ്റിക്കലി. അവർ ഇന്റേണൽ പ്രിവെൻഷൻ കോസ്റ്റും അപ്രൈസൽ കോസ്റ്റിലും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ ദെയർ ഇന്റേണൽ ഫെയിലിയർ കോസ്റ്റ് ആൻഡ് എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റ് റെഡ്യൂസ് ഡ്രാസ്റ്റിക്കലി. അപ്പോൾ നമുക്കിവിടെ എക്സാമ്പിൾസ് ചേർക്കാൻ പറ്റും. ദെയർ ഇന്റേണൽ ഫെയിലിയർ കോസ്റ്റ് ആൻഡ് എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റ് ലൈക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്തിട്ട് ഒരു 2-3 എഴുതുക. ഇങ്ങനത്തെ എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റും ഇന്റേണൽ ഫെയിലിയർ കോസ്റ്റൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റി അല്ലേ. ഇവിടെ നോക്കിയാൽ മതി. റിഡക്ഷൻ ഇൻ ലോസ്റ്റ് പ്രോഫിറ്റ്, റിഡക്ഷൻ ഇൻ, അപ്പോൾ internal failure cost and external failure cost like rework cost, lost profit from lost sales, warranty cost, sales return processing, these costs reduced drastically. ഇങ്ങനത്തെ കോസ്റ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റി. മനസ്സിലായോ? ശരി. അപ്പോൾ ഞാനിത് എന്തിനാ ഇങ്ങനെ പറയണമെന്ന് വെച്ചാൽ എല്ലാ സ്റ്റുഡൻസിൻ്റെ ഒക്കെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ SCMP എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. ബിക്കോസ് ഈ കേസ് സ്റ്റഡിയുടെ ആൻസറൊക്കെ നോക്കുമ്പോൾ എല്ലാം വളരെ വലിയ ആൻസേഴ്സാണ്. കേസ് സ്റ്റഡിയോ കേസ് സിനാരിയോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ്, ഇതിൻ്റെ ആൻസർ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നോക്കുമ്പോൾ ഭയങ്കര വലുതാണ്. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി, ഇതെങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഡൗട്ട് വരാറുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ തിയറി പഠിക്കുക, ആ തിയറി വെച്ചിട്ട് നമ്മളത് ബിൽഡ് ചെയ്യാൻ നോക്കിയാൽ മതി. മനസ്സിലായി? തിയറി വെച്ചിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താൻ നോക്കിയാൽ മതി. അല്ലാണ്ട് ആ ടെക്സ്റ്റിലുള്ള അതേ ആൻസർ നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റുമോ? എല്ലാ ക്വസ്റ്റ്യനും ഇത്രയും വലുതല്ലേ, അത് നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റില്ല, അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് തിയറി നന്നായിട്ട് പഠിക്കുക, ആ തിയറി വെച്ചിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ ആൻസേഴ്സ് ബിൽഡ് ചെയ്യുക. അതാണ് നല്ലത്, അതേ പറ്റുള്ളൂ. ബിക്കോസ് പുതിയൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? അതിന് ആൻസർ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. ശരി, ഇനി നെക്സ്റ്റ് പോയിന്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇപ്പോൾ നമ്മൾ ഇത്രയും പോയിന്റ് ചെയ്തില്ലേ. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രിവെൻറ്റീവ് കോസ്റ്റ് ആൻഡ് അപ്രൈസൽ കോസ്റ്റ് would not only reduce the failure cost but also improve the reputation of the company. അത് ഞാൻ തിയറി പഠിപ്പിച്ചപ്പോൾ പറയാൻ മറന്നുപോയ കാര്യമാണ്. ഈ എക്സ്റ്റേണൽ ഫെയിലിയർ അല്ല, നമ്മൾ പറഞ്ഞല്ലോ എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റിൻ്റെ പ്രശ്നം എന്താണ്? എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റ് is going to affect the reputation of the company because customers are being aware that the product of the company is not up to the സ്പെസിഫൈഡ് ക്വാളിറ്റി. പ്രൊഡക്റ്റിൽ ക്വാളിറ്റി ഇഷ്യൂ ഉണ്ടെന്ന് കസ്റ്റമർ അറിഞ്ഞു കഴിഞ്ഞാൽ റെപ്യൂട്ടേഷനെ ബാധിക്കില്ലേ? അപ്പോൾ നമ്മൾ പ്രിവെൻറ്റീവ് കോസ്റ്റിലും അപ്രൈസൽ കോസ്റ്റിലും ഇൻവെസ്റ്റ് ചെയ്താൽ ഇറ്റ് വുഡ് നോട്ട് ഓൺലി റെഡ്യൂസ് ദ ഫെയിലിയർ കോസ്റ്റ് ബട്ട് ഓൾസോ ഇംപ്രൂവ് ദി റെപ്യൂട്ടേഷൻ. കമ്പനിയുടെ റെപ്യൂട്ടേഷനും കൂടി ഇംപ്രൂവ് ചെയ്യും. ബിക്കോസ് എന്തുകൊണ്ടാണ് അത് ഇംപ്രൂവ് ചെയ്യണത്? ബിക്കോസ് ഡിഫക്റ്റീവ് പ്രൊഡക്ട്സ് ആർ നോട്ട് റീച്ചിങ് ദി കസ്റ്റമേഴ്സിന് ഡിഫക്റ്റീവ് പ്രൊഡക്ട്സ് കിട്ടുന്നില്ല. ഓക്കെ, ഇനി ലാസ്റ്റ് രണ്ട് മൂന്ന് പോയിന്റ് കൂടെ ഉണ്ട്. നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രിവെൻറ്റീവ് കോസ്റ്റിലും അപ്രൈസൽ കോസ്റ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റ് ഒക്കെ കുറയും, കമ്പനിയുടെ റെപ്യൂട്ടേഷൻ കൂടും. പക്ഷേ അച്ചീവിങ് എ സീറോ ഡിഫക്റ്റ് റേറ്റ് മേ നോട്ട് ബി എക്കണോമിക്കലി ഫീസിബിൾ ഫോർ എ കമ്പനി. സീറോ ഡിഫക്റ്റ് റേറ്റ്, സീറോ ഡിഫക്റ്റ് എന്ന് പറഞ്ഞൊരു പോളിസി ഉണ്ട്, അത് വേറെ. ഇത് സീറോ ഡിഫക്റ്റ് റേറ്റ്, ഒരു ഡിഫക്റ്റും ഇല്ലാതെ ആക്കാൻ പോവാണ്. ദാറ്റ് മേ നോട്ട് ബി എക്കണോമിക്കലി ഫീസിബിൾ ഫോർ എ കമ്പനി ബിക്കോസ് ഇറ്റ് റിക്വയർസ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് റിസോഴ്സസ്. അതിന് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം പ്രിവെൻറ്റീവ് കോസ്റ്റിലും അപ്രൈസൽ കോസ്റ്റിലും. സോ ഇറ്റ് മേ നോട്ട് ബി എക്കണോമിക്കലി ഫീസിബിൾ. അതുകൊണ്ട് കമ്പനീസിന് എന്താ ചെയ്യാൻ പറ്റണത്? Therefore, they must determine a reasonable defect rate that is acceptable in their line of business. ഓരോ കമ്പനിക്കും ഓരോ ഇൻഡസ്ട്രിക്കും there will be an acceptable defect rate. ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു acceptable defect rate ഉണ്ടാവും. അത് കണ്ടുപിടിക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോൾ ഞാൻ മാനുഫാക്ചർ ചെയ്യണ പ്രൊഡക്റ്റ് മൊബൈൽ ഫോണാണെന്ന് വിചാരിക്കുക. അപ്പം മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ആ മൊബൈൽസ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഡിഫക്റ്റ് റേറ്റ് ഉണ്ടാവും. അത് കണ്ടുപിടിക്കുക. അത് എല്ലാ കമ്പനിയുടെയും വേറെ വേറെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ നോക്കിയേ, ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് പേസ് മേക്കർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, മൈ പ്രൊഡക്റ്റ് പേസ് മേക്കർ. അതിൻ്റെ അക്സെപ്റ്റബിൾ ഡിഫക്റ്റ് റേറ്റ് എന്നൊക്കെ പറയുന്നത് 0.001% അങ്ങനെയൊക്കെ ആയിരിക്കും. കാരണം പേസ് മേക്കറിൻ്റെ ഡിഫക്റ്റ് റേറ്റ് 5% വെച്ച് കഴിഞ്ഞാൽ 100 പേര് എൻ്റെ പേസ് മേക്കർ വെച്ചാൽ അതിൽ 5 പേര് തട്ടിപ്പോവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ ലൈൻ ഓഫ് ബിസിനസ്സിനും ഒരു അക്സെപ്റ്റബിൾ ഡിഫക്റ്റ് റേറ്റ് ഉണ്ടാവും. അത് ഐഡൻറ്റിഫൈ ചെയ്യുക.
മനസ്സിലായ? സോ ദ കമ്പനി മസ്റ്റ് ഡിറ്റർമൈൻ റീസണബിൾ ഡിഫക്ട് റേറ്റ് ദാറ്റ് ഇസ് അക്സെപ്റ്റബിൾ ഇൻ ദെയർ ലൈൻ ഓഫ് ബിസിനസ്. എന്നിട്ട് അതാണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ നോക്കേണ്ടത്. ഓക്കെ. ആൻഡ് ഓൾസോ ദ കമ്പനി ക്യാൻ also quality management programs like TQM can be applied എന്തിനു വേണ്ടി? to determine the optimum COQ that the company is willing to bear. TQM ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? കമ്പനി ക്യാൻ ഫൈൻഡ് ഔട്ട് ദാറ്റ് ഒപ്റ്റിമം കോസ്റ്റ് ഓഫ് ക്വാളിറ്റി. നമ്മളിപ്പോൾ ഗ്രാഫ് നോക്കി പഠിച്ചില്ലേ? ആ ഒരു ഒപ്റ്റിമം കോസ്റ്റ് ഓഫ് ക്വാളിറ്റി കണ്ടുപിടിച്ചിട്ട് അത് ഡിറ്റർമൈൻ ചെയ്യുക, അത് അച്ചീവ് ചെയ്യാൻ നോക്കുക. മനസ്സിലായ? അപ്പോൾ അതാണ് നമ്മൾ പറയണത്. മനസ്സിലായ? അപ്പോൾ പ്രിവെൻറ്റീവ് കോസ്റ്റും അപ്രൈസൽ കോസ്റ്റും കൂടുമ്പോൾ എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റും ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റും കുറയും. പക്ഷേ അത് ഭയങ്കരമായിട്ട് കൂട്ടിയിട്ട് 0 ഡിഫക്ട്സിൽ എത്തിക്കാൻ നോക്കരുത്. ബിക്കോസ് ഇറ്റ് മേ നോട്ട് ബി എക്കണോമിക്കലി വയബിൾ ഫോർ എ കമ്പനി. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു achieve an optimum cost of quality, and it also depends on the line of business of the ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ്റെ ലൈൻ ഓഫ് ബിസിനസ്സിനെയും കൂടി ബേസ് ചെയ്ത് ഇരിക്കും ആ ഒപ്റ്റിമൽ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി. അത് അച്ചീവ് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണ് ദാറ്റ് ഇസ് ഹൗ എ മാനേജർ ഷുഡ് ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ദ 4 കാറ്റഗറീസ്. 4 കാറ്റഗറീസിൻ്റെ ആ ട്രേഡ്, അതിൻ്റെ ഒരു ബാലൻസിൽ എത്തുന്നത് ഇങ്ങനെയാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഓൾമോസ്റ്റ് ക്ലിയർ ആയില്ലേ? നമ്മളൊരു പ്രോബ്ലം ചെയ്തു, ജസ്റ്റ് റിവിഷനാണ്. നമ്മളൊരു പ്രോബ്ലം ചെയ്തു, എല്ലാ തിയറിയും ഒന്ന് നോക്കി അതിൻ്റെ. ഓക്കെ, ശരി.